നമസ്കാരം. ന്യൂസ് ആൻഡ് വിസിലേക്ക് സ്വാഗതം. സ്വാശ്രയ പ്രശ്നത്തിൽ സമരം കടുപ്പിക്കുമെന്ന് പറയുമ്പോഴും യു.ഡി.എഫിന് ഇനിയുള്ള കാര്യങ്ങളിൽ ആശങ്കയുണ്ടോ? പ്രത്യേകിച്ച് ഇന്ന് നടക്കുന്ന അസോസിയേഷന്റെ മീറ്റിംഗിൽ ഫീസ് ഇളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും അതിൽ ചർച്ച നടക്കുമെന്നൊക്കെ പറഞ്ഞൊരു സാഹചര്യമായിരുന്നുവെങ്കിൽ ഇന്ന് ചർച്ചയ്ക്ക് ശേഷം പ്രതിനിധികൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു വിഷയമേ ചർച്ച ചെയ്തിട്ടില്ല, അത് തങ്ങളുടെ അജണ്ടയിൽ പോലും ഇല്ലായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരു ആശങ്ക കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്വാശ്രയ വിഷയത്തിന്റെ നിലവിലെ സാഹചര്യം അത് രാഷ്ട്രീയമായും കൂടി എങ്ങനെയാണ് എന്ന് പരിശോധിക്കുകയാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ്. സ്വാശ്രയ വിഷയത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും മാനേജ്മെന്റ് പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലും ഫീസ് ഇളവോ സ്കോളർഷിപ്പോ സംബന്ധിച്ച കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തില്ല. അങ്ങനെ ഒരു ചർച്ച നേരത്തെ പ്ലാൻ ചെയ്തിരുന്നില്ല എന്നും ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാനായിരുന്നില്ല ഇന്ന് ഇങ്ങനെ ഒരു യോഗം വിളിച്ചു ചേർത്തതെന്നും അത് മുൻകൂട്ടി മറ്റു പല കാര്യങ്ങൾക്കുമായിരുന്നു എന്നും മാനേജ്മെന്റ് പ്രതിനിധികളും സർക്കാരും ആവർത്തിച്ചു പറയുമ്പോൾ, എന്നാൽ ഈ വിഷയത്തിൽ തുടർന്നങ്ങോട്ടും പ്രതിഷേധം ശക്തമാക്കാൻ, സമരം ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യു.ഡി.എഫ്. ഇപ്പോഴത്തെ സ്വാശ്രയ വിഷയത്തിൻ്റെ സാഹചര്യമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ഏതായാലും ഇന്ന് സഭയിലും ഈ വിഷയത്തിൽ തന്നെ വലിയ പ്രതിഫലനങ്ങളുണ്ടായി. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധങ്ങളുണ്ടായി. സഭ ബഹിഷ്കരിച്ചു. സ്വാശ്രയ പ്രശ്നത്തിലെ എം.എൽ.എമാരുടെ നിരാഹാരം തുടരുകയാണ്. ഈ വാർത്തയിലേക്ക് എത്താം. നമ്മോടൊപ്പം തത്സമയം അതിഥികൾ ചേരുന്നുണ്ട്. ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിലേക്ക് വരികയാണ്. ട്രിവാൻഡ്രം സ്റ്റുഡിയോയിൽ നിന്ന് നമ്മോടൊപ്പം തത്സമയം മുതിർന്ന മാധ്യമപ്രവർത്തകനായ മാധ്യമത്തിന്റെ ചീഫ് റിപ്പോർട്ടർ ശ്രീ ജോൺ പി തോമസ് തത്സമയം ചേരുന്നുണ്ട്. ഒപ്പം തന്നെ KPCC നിർവാഹക സമിതി അംഗമായ അഡ്വക്കേറ്റ് സൈമൺ അലക്സ് എന്നിവർ തത്സമയം ട്രിവാൻഡ്രം സ്റ്റുഡിയോയിലും ചേരുന്നുണ്ട്. SFIയുടെ സെക്രട്ടറി M. വിജിൻ നമ്മോടൊപ്പം കണ്ണൂർ സ്റ്റുഡിയോയിൽ നിന്ന് ജോയിൻ ചെയ്യും. ഒപ്പം തന്നെ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധി ശ്രീ KM മൂസ ടെലിഫോൺ ലൈനിൽ ജോയിൻ ചെയ്യുന്നതാണ്. ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധി ശ്രീ ജോർജ് പോൾ, ഒപ്പം തന്നെ MES പ്രസിഡന്റ് ശ്രീ ഫസൽ ഗഫൂർ എന്നിവർ ടെലിഫോൺ ലൈനിലും ചേരുന്നതാണ്. ആദ്യം തന്നെ ശ്രീ ജോൺ പി തോമസ്, ഇവിടെ ഇപ്പോൾ ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് സർക്കാർ അധികാരത്തിൽ വരുന്നു, ഈ വിഷയത്തിൽ കടുത്ത നിലപാടുകൾ എടുക്കുന്നു എന്ന് പറയുന്നു. തുടർച്ചയായ ചർച്ചകൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായ ചർച്ചകൾ നടക്കുന്നു, ഒരു കരാറിലേക്ക് എത്തുന്നു. അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി മെറിറ്റുകൾ സംബന്ധിച്ച് കോടതിയിലേക്ക് വരെ കാര്യങ്ങൾ പോകുന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ, അതായത് ഇന്നലെയാണ് ഫസൽ ഗഫൂർ ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെ അത് പിന്നെ അദ്ദേഹം തിരുത്തി പറയുന്നുണ്ട്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ UDF രാഷ്ട്രീയം, ഒരുപക്ഷെ അതുവരെ UDFിൻ്റെ സമരം ഇന്നത്തെ ഒരു ചർച്ചയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഇന്ന് ചർച്ചയ്ക്ക് ശേഷം സർക്കാരും മാനേജ്മെൻറ്റുകളും പറയുന്നു ഫീസ് ഇളവ് സംബന്ധിച്ച് ഇനിയൊരു കാര്യം, അങ്ങനെ ഒരു ചർച്ചയില്ല, കോഴ്സുകൾ തുടങ്ങിയിരിക്കുന്നു, ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു കോളേജുകൾ തുടങ്ങിയിട്ട്, ഇനി അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യുന്നേ ഇല്ല എന്നൊക്കെ. ഇവിടെ ഒരു വലിയൊരു ആശങ്ക, അത് യഥാർത്ഥത്തിൽ ഒരു ആശങ്ക ഉടലെടുത്തതാണോ, എവിടെയെങ്കിലും സൃഷ്ടിക്കപ്പെട്ടതാണോ? കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ സ്വാശ്രയ വിഷയം കേരളത്തിലെ ഏറ്റവും ചൂട് പിടിച്ച ഒരു വിഷയം തന്നെയാണ്. അതിപ്പോഴും ഈ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഒന്നുമല്ല, കഴിഞ്ഞ കുറേ 10-12 വർഷമായിട്ട് കേരളത്തിലെ ഏറ്റവും സജീവമായ ഒരു വിഷയമാണ് സ്വാശ്രയ മേഖലയിലുള്ളത്, അതുമായി ബന്ധപ്പെട്ടുള്ളത്. ഇപ്പോഴത്തെ വിഷയത്തിൽ ഗവൺമെൻറ് സ്വാശ്രയ മാനേജ്മെൻറ്റുകളുമായി കരാർ ഒപ്പുവെച്ചു. പക്ഷേ സ്വാശ്രയ മെഡിക്കൽ ദന്തൽ മാനേജ്മെൻറ്റുകളുമായി കരാർ ഒപ്പുവെച്ചതിന് ശേഷമാണ് പതുക്കെ ഈ വിഷയങ്ങൾ ഉയർന്നു വന്നു തുടങ്ങിയത്. പ്രതിപക്ഷം ആദ്യം തന്നെ അതിൽ ചില വിയോജിപ്പുകൾ പ്രസ്താവനകളിലും അല്ലെങ്കിൽ ചില പത്രസമ്മേളനങ്ങളിൽ ചെറിയ ചെറിയ പദങ്ങളിലുമൊക്കെ അത് ഒതുക്കി. എന്നാൽ അതിൻ്റെ ഒരു അഡ്മിഷൻ പൂർത്തീകരിക്കേണ്ട സമയം കഴിഞ്ഞു, ഇപ്പം വീണ്ടും എക്സ്റ്റൻഷൻ കിട്ടിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ അഡ്മിഷൻ പൂർത്തീകരിക്കേണ്ട ഒരു സമയം സെപ്റ്റംബർ 30 ആ സെപ്റ്റംബർ 30 മുമ്പ് ഒരു 1.5 ആഴ്ച മുമ്പ് അവരുടെ സമരപരിപാടി വളരെ സജീവമാക്കി. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങൾ, MLA-മാരുടെ സമരം ഉൾപ്പെടെയുള്ളത്. അത് ഇപ്പോൾ ആദ്യം സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരം ഇപ്പോൾ MLA-മാരിലൂടെ നിയമസഭ കവാടത്തിൽ വരെ, അതിൻ്റെ അകത്തേക്ക് കയറുന്ന ആ വാതിലിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇനി എങ്ങനെയൊക്കെയാണ് സമരം പോകുന്നതെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ സമരം നടക്കുമ്പോൾ ഇതെങ്ങനെ അവസാനിക്കും, എങ്ങനെ ഇത് പരിഹരിക്കും എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെയും മെനയാന്നുമായിട്ട് ചില സൂചനകൾ ഇന്നത്തേക്കൊക്കെ സമരം, അല്ലെങ്കിൽ ഇന്നലെ കൊണ്ട് സമരം അവസാനിക്കും എന്നൊരു സൂചനയുണ്ടായിരുന്നു. ഇന്ന് അപ്രതീക്ഷിതമായിട്ട് അതെല്ലാം തകരുകയും സമരം തുടരുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ മാനേജ്മെൻറ്റുകൾ, എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം മാനേജ്മെൻറ്റുകൾ ചില ഇളവുകൾ, മീൻസ് നിശ്ചയിച്ചിരിക്കുന്ന കരാറിൽ നിന്ന് ചില മാറ്റങ്ങൾ ഈ ഫീസിൻ്റെ കാര്യത്തിൽ വരുത്താം എന്നൊരു ഓഫർ ഭരണപക്ഷത്തോടും പ്രതിപക്ഷത്തോടും അറിയിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ അത് ഇന്ന് അവർ നിഷേധിക്കുന്നു.
അതേസമയം സർക്കാരും പറയുന്നു അങ്ങനെ യാതൊരു ചർച്ചയും നടന്നിട്ടില്ല എന്നും പറയുന്നു. ഇങ്ങനെ ഒരു സന്നിഗ്ധാവസ്ഥയിലാണ് സമരം ചെന്ന് നിൽക്കുന്നത്. ഇനി ഈ സമരം എങ്ങനെ പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ്. കാരണം രണ്ട് പക്ഷത്തെ സംബന്ധിച്ചോളം ഇനി അഭിമാന പ്രശ്നമാണ്. രാഷ്ട്രീയപരമായി നോക്കിയിരുന്നാൽ അഭിമാന പ്രശ്നമാണ്. UDF സംബന്ധിച്ചോളം അവർക്കിടയിലുണ്ടായിരുന്ന അന്തഛിദ്രങ്ങൾ പലതുണ്ട്. അതിനൊക്കെ ഞാൻ പോകുന്നില്ല. ആ അന്തഛിദ്രങ്ങളുമായി ബന്ധപ്പെട്ട് UDF പല തർക്കങ്ങളും നിലനിൽക്കുകയാണ്. അവർക്ക് നല്ലൊരു സബ്ജക്റ്റ്, ഞാൻ ആദ്യം പറഞ്ഞ ഹോട്ട് സബ്ജക്റ്റാണ് അവർക്ക് കിട്ടിയത്. ആ സബ്ജക്റ്റ് ആ മുന്നണിയുടെ ഐക്യത്തിന് കാരണമായി. അവർക്ക് പൊളിറ്റിക്കലി ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുത്തു. അതിനേക്കാൾ ഉപരി അവർക്കിടയിലുള്ള ചെറിയ ചെറിയ തർക്കങ്ങൾ, ഇനി കോൺഗ്രസിനകത്താണെങ്കിലും മുന്നണിക്കകത്താണെങ്കിലും അതെല്ലാം മാറ്റി അവർക്കൊരു ഒറ്റക്കെട്ടായി രംഗത്ത് വരുന്നതിനും സർക്കാരിനെതിരെ ജനങ്ങളിൽ ഒരു ഇമേജ് സൃഷ്ടിച്ചെടുക്കുന്നതിന് കഴിഞ്ഞു എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഒറ്റ കാര്യം കൂടെ ഞാൻ അത് ഗവൺമെന്റിനെ പറ്റി പറയണം. ഗവൺമെന്റിനെ സംബന്ധിച്ചോളം 4 മാസമായ ഒരു സർക്കാരാണ് കേരളത്തിൽ ഭരിക്കുന്നത്. ആ സർക്കാരിനെ സംബന്ധിച്ചോളം ഇപ്പോഴേ ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷത്തിന് മുന്നിൽ മുട്ടുമടക്കിയാൽ ഇനി വരുന്ന 4.5 വർഷം ആ സർക്കാരിനെ സംബന്ധിച്ചോളം നിർണായകമാണ്. പ്രതിപക്ഷത്തിന് മുന്നിൽ ഇപ്പോൾ ഇത് മുട്ടുമടക്കിയാൽ അവർക്ക് ഫ്യൂച്ചറിൽ കൂടുതൽ മുട്ടുമടക്കേണ്ടി വരും എന്നത് തന്നെ ഒരു ഭരണാധികാരി അതിനെ നയിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചോളം അവർക്ക് ചില കർശനമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. ഈ കർശന നിലപാടുകൾ എത്രത്തോളം ഗുണകരമാകും അല്ലെ ദോഷകരമാകും എന്നത് ആ സർക്കാരിനെ സംബന്ധിച്ചോളം, ആ പാർട്ടിയെ സംബന്ധിച്ചോളം, ആ മുന്നണിയെ സംബന്ധിച്ചോളം വളരെ നിർണായകവുമായിരിക്കും. ഞാൻ തിരികെ ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ എന്തായിരുന്നു ചർച്ച, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആധികാരികമായി പറയാൻ ശ്രീ മൂസ കൂടി നമ്മളൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. സ്വാഭാവികമായും ഇന്നലെയൊക്കെ ആയാലും അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഈ ചർച്ച തീരുന്നിടം വരെയും ഉണ്ടായിരുന്ന ഒരു പ്രതീതി ഫീസ് ഇളവ് ഉണ്ടാകും, അല്ലെങ്കിൽ പ്രത്യേക സ്കോളർഷിപ്പുകൾ നിലവിൽ പല കോളേജുകളും നൽകി വരുന്നതല്ലാതെയുള്ള സ്കോളർഷിപ്പുകളുടെ പ്രഖ്യാപനം ഉണ്ടാകും എന്നതൊക്കെയായിരുന്നു. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുമെന്നൊക്കെയായിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ശ്രീ മൂസ? ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഡോക്ടർ ഫസൽ ഗഫൂർ MES പ്രതിനിധി, അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിന്റെ ഇടയിൽ ഈ ചർച്ചകളും കാര്യങ്ങളും ഇതിന്റെ എഗ്രിമെന്റുകളും വിഷയങ്ങളും മുന്നോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം അതിനകത്ത് ഇങ്ങനൊരു സമരവും അതുപോലെ തന്നെ ചർച്ചയും പ്രശ്നങ്ങളും എല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തില് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനം MES മെഡിക്കൽ കോളേജ് എന്നുള്ള നിലയിൽ MES പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പാവപ്പെട്ട കുട്ടികൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ സ്കോളർഷിപ്പ് എന്നുള്ള നിലയിൽ എന്തെങ്കിലും ചെയ്താൽ തെറ്റില്ല എന്നുള്ള നിലയിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സമയത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ചർച്ചയിലുണ്ടായ ഒരു കാര്യം പുറത്തു വന്നു. അങ്ങനെ എല്ലാ TV മാധ്യമങ്ങളെല്ലാവരും അത് വളരെ കോട്ട് ചെയ്തു. അങ്ങനെ കോട്ട് ചെയ്ത് വന്നപ്പോൾ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തുള്ളവരെല്ലാവരും ഇതിനകത്ത് ഈ സമരം തീർക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന നിലയിലേക്ക് എത്തിച്ചു. പക്ഷേ അസോസിയേഷൻ ആ നിലയിലേക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ഒന്നും സംസാരിക്കുകയോ അല്ലെങ്കിൽ അസോസിയേഷൻ ഒരു നിലപാടെടുക്കുകയോ ചെയ്തിട്ടില്ല. അസോസിയേഷന്റെ നിലപാടല്ല, അത് ഫസൽ ഗഫൂറിന്റെ മാത്രം നിലപാടാണ്. ഡോക്ടർ ഫസൽ ഗഫൂർ മാത്രം പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു നിലപാടായിരുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഫസൽ ഗഫൂർ തന്നെ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ശ്രീ ഫസൽ ഗഫൂർ, ഇതാണ് സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ഇന്നലെ താങ്കളുടെ ആ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് പിന്നീടുള്ള ഊഹാപോഹങ്ങളായിരുന്നോ ബാക്കിയെല്ലാം? അതായത് ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമെന്നും അസോസിയേഷൻ ഒന്നാകെ ഫീസ് ഇളവ് പ്രഖ്യാപിക്കുമെന്നും എന്ന തരത്തിലൊക്കെയുള്ള പല റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ പോലുമാണ് പല മാധ്യമങ്ങളും ഇന്ന് ചർച്ച പരാജയപ്പെട്ടു, ഫീസ് ഇളവൊന്നും അതിലൊന്നും തീരുമാനമായില്ല എന്നുപോലും ഇന്നത്തെ ഈ ഒരു മീറ്റിംഗിനെ വ്യാഖ്യാനിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്നത്തെ മീറ്റിംഗിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത്? ഈ യഥാർത്ഥത്തിൽ ഒരു ചാനലിൽ ചർച്ച ചെയ്യുന്നതിനിടക്കൂടെ പെട്ടെന്ന് എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഒരു പാവപ്പെട്ട വിദ്യാർത്ഥി വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ മറ്റുള്ള മാനേജ്മെന്റുള്ള മാതിരിയല്ല, മുസ്ലിം സാമുദായിക സംഘടനയുടെ പ്രസിഡന്റായിട്ടിരിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് കൺസെഷൻ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവർ ചോദിച്ചു എത്ര കൺസെഷൻ എന്ന് പറഞ്ഞപ്പോൾ കൺസെഷന്റെ കണക്ക് പറഞ്ഞപ്പോ 30 into that എന്ന് പറയുമ്പോൾ അപ്പം എല്ലാ വിദ്യാർത്ഥി എന്നുള്ള തരത്തിൽ വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. 30 into 40,000 അല്ലെങ്കിൽ 50,000 എന്ന് പറഞ്ഞാൽ മൊത്തം ഫീസ്, മൊത്തം അമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞോളൂ, മൊത്തം കൺസെഷൻ അമൗണ്ട് പറഞ്ഞു കൊടുത്താ ഞാൻ അപ്പോ ഹലോ, അത് MES മാത്രം ഒരു കാഴ്ചപ്പാടാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അസോസിയേഷനായിട്ട് യാതൊരു ബന്ധവുമില്ല. അസോസിയേഷന്റെ ഭാരവാഹികളായിട്ട് മുഖ്യമന്ത്രി മറ്റുള്ളവരൊക്കെ ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലല്ലേ, അതിൽ നിന്ന് അവര് അസോസിയേഷൻ അത്തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറില്ല. പ്രത്യേകിച്ച് കാരണം ഇത് സുപ്രീം കോടതി വരെ പോയി, ഹൈക്കോടതിയിൽ പോയിട്ട്
നമ്മൾ അഗ്രിമെന്റ് സൈൻ ചെയ്താണ്. ആ അഗ്രിമെന്റിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസം വരുത്തുകയാണെങ്കിൽ അത് ചാലഞ്ച് ചെയ്തപ്പെട്ട് റദ്ദായി കഴിഞ്ഞാണ് മൊത്തം കേരളത്തിലെ മെഡിക്കൽ അഡ്മിഷൻ അവതാളത്തിലാവും എന്ന് കണക്കാക്കിക്കൊണ്ടാണ് ഈ അസോസിയേഷൻ ആ തീരുമാനമെടുത്തത്. അല്ലെങ്കിൽ അസോസിയേഷനും പൊതുവെ തന്നെ അസോസിയേഷനും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നു. അതായത് MESന്റെ അതായത് താങ്കളുടെ ഈ നിലപാടും ആ ഒരു ഫോർമുല മുന്നോട്ട് വെക്കുന്നു, അതിനായിരുന്നു ഇന്നത്തെ മീറ്റിംഗ് എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ശരിയല്ല. അല്ല, അങ്ങനെ ഒരു ഫോർമുല ഞാൻ മുന്നോട്ട് വെച്ചിട്ടേ ഇല്ലല്ലോ. കാരണം ഞാനിത് എല്ലാവർക്കും അറിയാം. ഞാൻ മനസ്സിലാക്കിയ കാര്യം ചെയ്യാം. ഏഷ്യാനെറ്റ് ചാനലിൽ മനസ്സിലായില്ലേ, പോയിന്റ് ബ്ലാങ്കിൽ ജിമ്മി എന്നോടൊരു ചോദ്യം ചോദിച്ചു, കൺസെഷൻ കൊടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചതിന് മറുപടിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അല്ലേ, അത് ഇനി എല്ലാ സീറ്റിനും കൺസെഷൻ കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നെ അത് MES കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മറ്റ് മാനേജ്മെന്റൊക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ CM ആയിട്ട് ചർച്ച ചെയ്തിട്ട് അവർ വേണിച്ച തീരുമാനിച്ചോട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം, അതായത് ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് ഒരു പക്ഷേ അസോസിയേഷൻ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഇത് നേരത്തെ നിശ്ചയിച്ചിരുന്ന ഒരു മീറ്റിംഗ് ആണ് എന്ന്. അത് ഇന്നത്തെ മീറ്റിംഗ് താങ്കളുടെ ഈ ഒരു പരാമർശത്തിന്റെ പെട്ടെന്നുണ്ടായ ഒരു മീറ്റിംഗ് അല്ല. അല്ലല്ല, അത് ഓൾറെഡി നിങ്ങൾക്കറിയാം, നോട്ടീസ് കൊടുത്ത ഒരു മീറ്റിംഗ് ആണല്ലോ. അത് ഓൾറെഡി പ്രസിഡന്റ് നമുക്ക് പറഞ്ഞ ഒരു നോട്ടീസ് വന്നാൽ നമുക്ക് അത് ഒരു ഫേക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. അത് പ്രത്യേകിച്ച് നെറ്റിലൂടെ ഒക്കെ അയക്കുന്ന നോട്ടീസ് ആയതുകൊണ്ട് അത് ഓൾറെഡി എല്ലാം നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്ന മീറ്റിംഗ് ആണ്. യെസ്, ഞാൻ വരാം. ദയവായി തുടരുക ശ്രീ ഫസൽ ഗഫൂർ, ഒപ്പം തന്നെ ശ്രീ മൂസ. ശ്രീ വിജിൻ, ഇവിടെയാണ് പ്രശ്നം. അതായത് ഇന്നലെയല്ല UDFന്റെ സമരം തുടങ്ങിയത്. UDFന്റെ സമരം തുടരാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. അവിടെ നിരാഹാരം പലരും മാറി മാറി അനുഷ്ഠിക്കുന്നുണ്ട്, കാര്യങ്ങൾ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഇന്നലെ ശ്രീ ഫസൽ ഗഫൂറിന്റെ വാക്കുകൾ പുറത്തു വന്നതിന് ശേഷം ഇന്ന് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു, ഇന്ന് ഇങ്ങനെയൊക്കെ ഫീസ് ഇളവുകൾ പ്രഖ്യാപിക്കും, ഇന്നിങ്ങനെ മീറ്റിംഗ് നടക്കുന്നത് അതിനുവേണ്ടിയാണ് എന്ന തരത്തിലൊക്കെ എങ്ങനെയാണ് വാർത്തകൾ സൃഷ്ടിക്കപ്പെട്ടത്? ശ്രീ M. വിജയൻ. ഇവിടെ ഈ ജനാധിപത്യ രാജ്യത്ത് സമരം ചെയ്തതിന് ഞങ്ങൾ എതിരല്ല. SFIയും നിരവധിയായ സമരങ്ങൾ ഈ കേരളത്തിൽ ഏറ്റെടുക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമരം എന്തിനു വേണ്ടിയിട്ടാണ്? വെറും രാഷ്ട്രീയ ലാഭം മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ന് സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ ഈ സമര നാടകത്തെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ സമരത്തിൻ്റെ ഗതിയാണ്, ഞാൻ ഒരു സമരം ചെയ്യണം എന്ന്, സമരം ചെയ്യരുത് എന്ന് ഞാൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞു. പക്ഷേ സമരങ്ങൾ ന്യായമായ ആവശ്യങ്ങൾ മുൻനിർത്തിയായിരിക്കണം. ആദ്യം സമരത്തിൽ പന്തൽ കെട്ടി സമരം നടത്തുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ സമരം നടക്കുന്നു. ആ സമരം പന്തലിലേക്ക് ഗ്രനേഡ് പൊട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആ സമരം അവസാനിപ്പിക്കുന്നു. പിന്നീട് സമരം തുടരുന്നില്ല, യൂത്ത് കോൺഗ്രസ് സമരം അവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഹലോ കേൾക്കാം. ഹലോ വിജിൻ, കേൾക്കാം. ഹലോ ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ സമരം അവസാനിപ്പിക്കുന്നു. പിന്നെ തുടർന്ന് നിയമസഭക്കുള്ളിലേക്ക് സമരം മാറ്റുന്നു. ഒരു കാര്യം, ഇവിടെ ആരാ സ്വാശ്രയത്തിൻ്റെ വക്താക്കൾ? അത് പരിശോധിക്കണ്ടേ കേരള സമൂഹം? ആരാ കേരളത്തിൽ സ്വാശ്രയ കോളേജുകൾ ആരംഭിച്ചത്? കേരളത്തിൽ സ്വാശ്രയ കോളേജിൽ ആരംഭിക്കുന്നത് UDFന്റെ ഗവൺമെൻറ്റാണ്. AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് 2 സ്വാശ്രയ കോളേജ് ഒരു ഗവൺമെൻറ് കോളേജ് എന്ന അനുവാദത്തിൽ ഇവിടെ സ്വാശ്രയ കോളേജിൽ ആരംഭിക്കുന്നത്. അന്നും SFI ഉൾപ്പെടെയുള്ള ഈ നാട്ടിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ പറഞ്ഞതാണ് സ്വാശ്രയ കോളേജുകൾ കേരളത്തിൽ വിദ്യാഭ്യാസ കൊള്ളക്ക് വഴിയൊരുക്കും. കഴിഞ്ഞ 5 വർഷം ഞങ്ങളിവിടെ സമരം നടത്തുന്നുണ്ട്, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ. കഴിഞ്ഞ 5 വർഷം എന്തായിരുന്നു കേരളത്തിൻ്റെ സ്വാശ്രയ മേഖലയുടെ അവസ്ഥ? കേരളത്തിലെ സ്വാശ്രയ മേഖല ഏറ്റവും കുത്തഴിഞ്ഞ 5 വർഷങ്ങളാണ് ഉമ്മൻചാണ്ടി ഭരിച്ച 5 വർഷങ്ങൾ. ഇവിടെ മെറിറ്റ് അട്ടിമറിക്കപ്പെട്ടില്ലേ? കഴിഞ്ഞ വർഷം 1800 മെറിറ്റ് സീറ്റിൽ പ്രവേശനം നേടുന്ന കുട്ടിക്ക് പോലും അവിടെ പ്രവേശനമില്ലാത്ത അവസ്ഥയുണ്ടായി. 8,000 9,000 റാങ്കിലെ കുട്ടികൾ തലവരി പണം കൊടുത്തുകൊണ്ട് പ്രവേശനം നേടി കഴിഞ്ഞ വർഷം. എവിടെയായിരുന്നു ഈ സമരക്കാർ? ഞങ്ങൾ അതാണ് ചോദിക്കുന്നത്, ഈ സമരക്കാർ എവിടെയായിരുന്നു? ഇന്ന് അവിടെയാണ് പ്രശ്നം. അവിടെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ആയാലും ഇപ്പോൾ ഈ UDFന്റെ ആയാലും ഒക്കെ സമരത്തിന്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ 5 വർഷം എന്താണ് സംഭവിച്ചത്? പ്രത്യേകിച്ച് കഴിഞ്ഞ കാലയളവ്, കഴിഞ്ഞ വർഷം തന്നെ ഈ ഓരോ കോളേജുകളും പിരിച്ചെടുത്ത ഈ ക്യാപിറ്റേഷൻ ഫീയുടെ ഒക്കെ കണക്കുകളൊക്കെ പരിശോധിച്ചാൽ തന്നെ ഞെട്ടിക്കുന്നതാണ്. ഇവിടെയൊക്കെയാണ് ഈ ഇത്ര പെട്ടെന്ന് എങ്ങനെ ഈ നിലപാടിൽ, സ്വാശ്രയവുമായി ബന്ധപ്പെട്ട ഒരു നിലപാടിൽ ഒരു വലിയ മാറ്റം വരുത്താനായി? സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ട വിഷയം കേരളത്തിൽ ആരംഭിച്ചത് 95 മുതൽ തന്നെയാണ്. മാറി മാറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും ഈ സംസ്ഥാനം ഭരിച്ചിട്ടുണ്ട്. ഞാൻ ദൂരേക്കെങ്ങും പോകുന്നില്ല. 2009 LDF ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ മെറിറ്റ് സീറ്റിനുണ്ടായിരുന്ന പണം 45,000 രൂപയായിരുന്നു. അത് 1,38,000 രൂപയായി ഉയർത്തിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 2011 അധികാരത്തിൽ മാറുന്നത്. 2011 ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയാകുന്നു. സ്വാശ്രയ മാനേജ്മെൻറ്റ് ഇതേ ഡിമാൻഡുമായി മുമ്പോട്ട് വരുന്നു. ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങൾക്കിത് പഠിക്കാൻ അവസരമുണ്ടാകണം, പഠിക്കാൻ സമയം വേണം. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ 2011
യാതൊരു വിധമായ വർധനവും ഉണ്ടായില്ല. എൻ്റെ പ്രിയപ്പെട്ട SFIയുടെ സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചു, ഐക്യജനാധിപത്യമുള്ള ഗവൺമെൻറ് 4 വർഷക്കാലമായി 47,000 രൂപയാണ് വർദ്ധിപ്പിച്ചത്. 2012 വർദ്ധിപ്പിച്ചത് 12,000 രൂപ, 2013 വർദ്ധിപ്പിച്ചത് 15,000 രൂപ, 2014 15 10,000 രൂപ നമ്മൾ വർദ്ധിപ്പിച്ച് 47,000 രൂപ വർദ്ധിപ്പിക്കുമ്പോൾ കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ സമരം നടത്തിയ SFI അടക്കമുള്ള DYF അടക്കമുള്ള യുവജന നേതാക്കന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് ഒറ്റയടിക്ക് 67,000 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? SFIയുടെ ഒരു പത്രക്കുറിപ്പ് ഒരാഴ്ചക്ക് മുമ്പ് ഞങ്ങൾ കണ്ടു. നിങ്ങൾ പറഞ്ഞു ഈ എഗ്രിമെൻറ്റിനകത്ത് അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ ആ നിലപാട് ഉറച്ചു നിൽക്കുന്നുണ്ടോ? SFI അതാണ് SFI പറയേണ്ടത്. അല്ല യൂത്ത് കോൺഗ്രസ് സമരം, യൂത്ത് കോൺഗ്രസ് കേരളത്തിലെ പൊതുസമൂഹത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ സമരം ഏറ്റെടുത്തത്. ഇത് തുറന്നു കാണിക്കാനുള്ള ബാധ്യത പ്രതിപക്ഷ യുവജന സംഘടനയിൽ യൂത്ത് കോൺഗ്രസിനുണ്ട്. അത് മനസ്സിലാക്കാതെ SFIയുടെ പത്രക്കുറിപ്പിനെ പറ്റി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറയണോ? അത് വിജയൻ പറയുമായിരിക്കും. ഒരുപക്ഷെ ഇന്നത്തെ ഒരു വിഷയത്തിലേക്ക് തന്നെ സ്പെസിഫിക് ആയി വന്നാൽ, ഇന്ന് ഈ വിധത്തിൽ ഒരു ഫീസ് ഇളവ് ഉണ്ടാകുമെന്നും ആ വിഷയത്തിൽ ഊന്നി സമരം അതിൻ്റെ ഒരു രീതിയിലേക്കൊക്കെ കൊണ്ടുപോകാമെന്ന ഒരു കാൽക്കുലേഷൻ UDF ക്യാമ്പിന് ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളെ അംഗീകരിക്കാതിരിക്കാനാകുമോ? നമ്മൾ കാണേണ്ടത്, കേരളം ഒരു ജനാധിപത്യ വേദിയായ, ജനാധിപത്യത്തിന് ഏറ്റവും പേരുകേട്ട ഒരു സംസ്ഥാനമാണ് കേരളം. ഒരു പ്രതിപക്ഷ യുവജന സംഘടനകൾ സമരം നടത്തുമ്പോൾ സ്വാഭാവികമായും ചർച്ച ഉണ്ടാവണം. കേരള നിയമസഭയ്ക്കകത്ത് ബഹുമാനായ സ്പീക്കർ വിളിച്ചു ചേർത്ത കക്ഷി യോഗത്തിനകത്ത് കേരളത്തിന് മുഖ്യമന്ത്രി പങ്കെടുത്തില്ല. അദ്ദേഹം പിറ്റേന്ന് പറയുന്നത് അങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടേ ഇല്ലെന്നാണ് പറയുന്നത്. ഇന്നലെ കേരളത്തിലെ ബഹുമാനായ പ്രതിപക്ഷ നേതാവും പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ മുസ്ലിം ലീഗിൽ നിന്ന് ശ്രീ MK മുനീർ ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി. അതിനുശേഷം പുറത്തു വരുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, കേരളത്തിലെ സ്വാശ്രയ മാനേജ്മെൻറ്റുകൾ ഫീസ് കുറയ്ക്കാൻ തയ്യാറാണ്, ഇനി ഞങ്ങളതിൽ ഗോളടിക്കുന്നില്ല, കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ അത് തീരുമാനമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ പുറത്തേക്ക് വരുന്നത്. ഇന്ന് ഈ സമരം തീരുമെന്ന് പറയുന്നത് ഇതിലെ ഫസൽ ഗഫൂർ സാറിനെ പറ്റി സൂചിപ്പിച്ചൂടെ? അദ്ദേഹം തന്നെ പറഞ്ഞു, കേരളത്തിൽ സ്വാശ്രയ മേഖല ഇത്രയധികം പണത്തിൻ്റെ ആവശ്യം വരുന്നില്ല, അത് കുറയ്ക്കാൻ മാനേജ്മെന്റുകൾ തയ്യാറാവണം. വ്യക്തമാക്കിയിരുന്നത് അദ്ദേഹത്തിന്റെ അതാ പറഞ്ഞു. MES അങ്ങനെ നിലപാടുണ്ട് എങ്കിൽ എന്തുകൊണ്ട് സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾക്ക് എന്തിനു വേണ്ടിയാണ് ഈ 67,000 രൂപ? 67,000 രൂപയല്ല, യഥാർത്ഥത്തിൽ 5 വർഷം പഠിത്തം പൂർത്തീകരിക്കുമ്പോൾ 3,65,000 രൂപ വർദ്ധിക്കുന്നത് ഒരു വിദ്യാർത്ഥിക്ക്. അത് മനസ്സിലാക്കാതെ ഈ സമരത്തെ കണ്ടില്ലെന്നടിക്കുവാനാണ് ഇടതുപക്ഷ ജനാധിപത്യം. പക്ഷേ അങ്ങനെയെങ്കിൽ ഈ കഴിഞ്ഞ കൊല്ലം ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഒരു കരാർ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു എങ്കിൽ ആ സമയത്തൊന്നും എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കാനായില്ല? അന്ന് തന്നെ സഹകരിക്കാത്ത എത്രയോ മാനേജ്മെന്റുകൾ ഉണ്ടായിരുന്നു. അതിനൊന്നും എതിരെ ഒരു നിയമ നടപടിക്ക് പോലും പോകാൻ സർക്കാർ അന്ന് ധൈര്യം കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ അന്നൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വാശ്രയ മേഖലയിൽ ഏത് നിലപാട് പോസിറ്റീവായ നിലപാടിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ഫീസ് കൂട്ടി വേണമെന്ന് മാനേജ്മെന്റുകൾ പല പ്രാവശ്യം ആവശ്യപ്പെടുമ്പോഴും അതിന് മുട്ടുമടക്കാതെ ന്യായമായ ഒരു ഫീസ് നിങ്ങൾ തന്നെ കണക്ക് കൂട്ടിയേ. 4 വർഷം കൊണ്ട് 47,000 രൂപ കൂട്ടിയ ഒരു പ്രദേശത്ത് ഒരു മേഖലയിൽ അധികാരത്തിലെത്തി 100 ദിവസക്കാലം പിന്നിടുമ്പോൾ 67,000 രൂപ കൊടുക്കുന്നു. ഇത് ആരുടെ ഓഫറാണ്? ഇത് ഗവൺമെന്റിന് അധികാരത്തിൽ വരുന്ന മുമ്പ് തന്നെ ഇവിടുത്തെ സ്വാശ്രയ മാനേജ്മെന്റുകളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയ ഒരു കരാർ തന്നെയാണ്. സീറ്റുകൾ കൂടിയില്ലേ? കൂടുതൽ കോളേജുകൾ ഈ കരാറിലേക്ക് വരുന്നില്ലേ? സർക്കാരുമായി സഹകരിക്കാത്ത ഇത്തരം കോളേജുകൾക്കെതിരെ സർക്കാർ ശക്തമായ നിലപാടെടുക്കുന്നില്ലേ? തലവരിപ്പണം വിഷയത്തിൽ തന്നെയും ശക്തമായ നിലപാടിലേക്ക് സർക്കാർ പോകുന്നില്ലേ? തലവരിപ്പണം വിഷയത്തെപ്പറ്റി ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ചാനൽ പ്രവർത്തകരായ നിങ്ങൾ ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി കേരളത്തിലെ ഓരോ മെഡിക്കൽ കോളേജുകളും തലവരിപ്പണത്തിൻ്റെ പേരിൽ വെച്ച് ലേലം ചെയ്യുന്നത് ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾ വളരെ വളരെ വ്യക്തമായി ടെലികാസ്റ്റ് ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് പിണറായി വിജയന്റെ തലവരിപ്പണം ഇല്ലാതായി എന്ന വാദം ഇവിടെ നിലനിൽക്കുന്നില്ല. ഒരു നടപടി എടുത്തില്ലല്ലോ. എന്തിനാണ് പറയുന്നത്? നീറ്റ്, സുപ്രീം കോടതി വിധി പ്രകാരമുള്ള നീറ്റിലെ അഡ്മിഷൻ മെറിറ്റ് പോലും പൂർത്തീകരിക്കോ എന്ന് ആ സൈറ്റിലേക്ക് ഒന്ന് പോകുവാൻ ഇടപെടുവാൻ ഈ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. ഞാൻ വളരെ വേഗം എത്താം. ഏതായാലും അങ്ങനെ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹം. തലവരിപ്പണം അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ വിഷയം. അത് തടയുന്നതിന് വേണ്ടിയാണ് ഇത്രയേറെ വലിയ ശ്രമങ്ങൾ നടത്തുന്നത് സർക്കാർ പറയുമ്പോൾ അവിടെ നിന്ന് നടപടിയെടുക്കുന്ന അദ്ദേഹം ചോദിക്കുന്നത്. ഏതായാലും അതിന്റെ മറുപടിയിലേക്കും ചർച്ചകളിലേക്കും വളരെ വേഗം ആന്തരിക ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ ജോൺ, ഇവിടെയാണ് ഒരു പ്രധാന വിഷയം. ഇന്നിപ്പോൾ ഈ സംഭവങ്ങളിലൂന്നി അല്ലെങ്കിൽ UDF ഇനിയുള്ള സമരമാർഗങ്ങൾ എങ്ങനെയെന്ന്, അല്ലെങ്കിൽ സമരം ഘടിപ്പിക്കുകയാണ്, ഹോസ്പിറ്റലിലേക്ക് 2 MLA മാറ്റിയതിന് പുറകെ 2 MLA വീണ്ടും സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു വിഷയം സുപ്രധാനമായും ഉന്നയിക്കുന്ന തലവരി പണം വിഷയത്തിലാണ്. ഫീസ് ഇളവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റുകൾ തയ്യാറായിട്ടും സർക്കാർ അവിടെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്ന ആരോപണം വരുന്നു. ഒപ്പം പരിഹാരം വിഷയം ഇത്തരത്തിലും തലവരിപ്പണം എന്നുള്ളതൊരു കേരളത്തിൽ
നമ്മൾ എത്രത്തോളം മറച്ചു വെച്ചാൽ പോലും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് ഇപ്പോഴൊന്നുമല്ല, എല്ലാ ഈ LDF വന്നപ്പോഴൊന്നുമല്ല, UDFിൻ്റെ കാലത്തുകൊണ്ട്, അതിനു മുമ്പ് ഇരുന്ന LDFിൻ്റെ കാലത്തുകൊണ്ട്, അതിനു മുമ്പുള്ള UDFിൻ്റെ കാലത്ത് എല്ലാ കാലത്തും തലവരിപ്പണം ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മൾ നിശ്ചയിച്ചെടുക്കുന്ന കാര്യം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യവും നമ്മൾ ഞാൻ നിശ്ചയിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും തെളിവ് തരത്തില്ല. കാര്യം അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ആളൊന്നും ആർക്കും എനിക്ക് അഡ്മിഷനാണ് പ്രധാനം, അല്ല ഞാൻ തലവരി കൊടുത്തൊന്നും ആരും പറയില്ല. പിന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഒരു കാര്യം ചെയ്തു, ഈ തലവരി പണം സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ആക്ഷേപമുണ്ടെങ്കിൽ, പരാതി ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാം. ആദ്യം അദ്ദേഹം വിജിലൻസ് അന്വേഷണമാണ് പറഞ്ഞത്. പക്ഷേ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു അത് പോരാ, കുറച്ചും കൂടെ ശക്തമായ ഒരു അന്വേഷണം വേണം എന്ന് പറഞ്ഞപ്പോൾ, ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്കത് വിരോധമില്ല, ഞങ്ങൾ അന്വേഷണം തയ്യാറാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് അദ്ദേഹത്തിന് എടുത്ത ഒരു നല്ല സ്റ്റാൻഡായിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം വിജിലൻസിനേക്കാൾ ഉപരി ഈ വിഷയത്തിൽ അന്വേഷിക്കുന്നത് നല്ലത് ക്രൈംബ്രാഞ്ച് തന്നെയാണ്. അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാനുള്ള നല്ലൊരു സംവിധാനം ഉണ്ടാകുന്നു. ഈ ഇത്തവണത്തെ അഡ്മിഷൻ ഇതുകൊണ്ട് തലവരിയൊന്നുമില്ലെന്ന് നടന്നിട്ടില്ല എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. രണ്ടാമത്തെ ഒരു വിഷയം, എൻ്റെ പ്രിയപ്പെട്ട മാനേജ്മെൻറ്റ് സുഹൃത്തുക്കൾ ഇവിടെ പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ അങ്ങനൊന്നും അല്ല പറഞ്ഞത്, ഞങ്ങൾ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ മാനേജ്മെൻറ്റ് കാര്യമാണ് പറഞ്ഞത്. എനിക്ക് കിട്ടിയേക്കുന്ന ആധികാരികമായ വിവരം, ഇന്ന് മാനേജ്മെൻറ്റ് പ്രതിനിധികളുടെ ഭാരവാഹികൾ, ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നേരിട്ട് അങ്ങോട്ട് ചെന്നു, അദ്ദേഹം വിളിച്ചിട്ടില്ല, അങ്ങോട്ട് ചെന്ന് ഇങ്ങനെയൊക്കെ ഒരു ധാരണകൾ ഞങ്ങൾക്കിടയിലുണ്ട്, നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയുന്നതിന് വേണ്ടിയാണ് വന്നത് എന്ന് പറയുകയും അവരത് അവിടെ ഡിസ്കസ് ചെയ്യുകയും, ശരി നിങ്ങളത് മുഖ്യമന്ത്രിയുമായി സംസാരിക്കൂ, ബാക്കി പിന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ മാനേജ്മെൻറ്റുകൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല തന്നെ അത് പരസ്യമായി പറഞ്ഞിട്ട് ഇതുവരെ അവർക്ക് നിഷേധിക്കാൻ പറ്റിയിട്ടുണ്ടോ? കാര്യം എനിക്ക് പറയാനുള്ളത്, ഇവിടെ മാനേജ്മെൻറ്റുകൾക്കൊരു അബദ്ധം പറ്റി, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അവർക്കും അംഗീകരിക്കേണ്ടി വരും. കാര്യം സർക്കാരുമായി ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ അവർ പരസ്യമായി, ഞാനൊരു മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ അവരിൽ നിന്ന് തോണ്ടിയെടുക്കുന്നത്, എന്തെങ്കിലും ഒരു മാറ്റം വരുന്നത് തോണ്ടിയെടുക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ കഴിവാണ്, അല്ലെങ്കിൽ ആ ചാനലിൻ്റെ കഴിവാണ്, അല്ലെങ്കിൽ ആ മീഡിയയുടെ കഴിവാണ്. പക്ഷേ മുഖ്യമന്ത്രിയുമായിട്ട് അല്ലെ സർക്കാരുമായ ഒരു കരാറുണ്ടാക്കിയതിന് ശേഷം അതിലെന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പരസ്യമായി പറയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിക്കേണ്ടിയിരുന്നു. അവർക്ക് അവിടെയാണ് പിഴവ് പറ്റിയത്. അതിന് പകരം അവർ പരസ്യമായി ഇത് പറയുകയും മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന് ഒരു അല്ലെങ്കിൽ ഭരണത്തെ കൊണ്ടുവന്നൊരു വല്ലാത്ത പ്രതിസന്ധി കൊണ്ടിടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷേ അദ്ദേഹം ഇന്ന് അഡമൻ്റായിട്ടൊരു സ്റ്റെപ്പിലേക്ക് നീങ്ങാനുണ്ടായ കാരണം എന്നാണ് ഒരു ഞാൻ തിരികെ എത്താം. ശ്രീ മൂസ, അവിടെയാണ് സംഭവിച്ചത്. അതായത് ഒരുപക്ഷെ ഫസൽ ഗഫൂറിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ കീഴിലുള്ള കോളേജുകളുടെ കാര്യമാണ് എങ്കിൽ പോലും ഇന്നിപ്പോൾ ഈ ശ്രീ ജോൺ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറയുന്ന അതിന്റെ ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ നിലവിലെ കരാറിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാനായി അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തെ ഉപയോഗപ്പെടുത്തി എന്നതുകൂടി നിർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ്. ശ്രീ മൂസ. അല്ല, ഞങ്ങള് ഇന്ന് അസോസിയേഷന്റെ മീറ്റിംഗ് ഞങ്ങള് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണ്. പ്ലാൻ ചെയ്ത് അടുത്ത വർഷത്തേക്ക് ഒരു അസോസിയേഷനിലേക്ക് ഇനി എടുക്കേണ്ട കാര്യങ്ങൾ, അതിന്റെ ചർച്ച അത് തിരുവനന്തപുരത്ത് തന്നെ വയ്ക്കാം. അപ്പൊ കൂടുതൽ ആളുകളെ അസോസിയേഷനിലെ എല്ലാ മെമ്പർമാർക്കും വരാം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഞങ്ങൾ ഇന്ന് അവിടെ അങ്ങനെ ഒരു അസോസിയേഷന്റെ മീറ്റിംഗ് സംഘടിപ്പിച്ചത്. ആ മീറ്റിംഗിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഞങ്ങളെ സംബന്ധിച്ച് 28-ാം തീയതി ഞങ്ങളുടെ 95% കോളേജുകളും അഡ്മിഷൻ പൂർത്തിയാക്കി ജെയിംസ് കമ്മിറ്റിക്കും അതുപോലെ തന്നെ ഹെൽത്ത് യൂണിവേഴ്സിറ്റിക്കും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്കും ഞങ്ങളുടെ കുട്ടികളെ എല്ലാ കോളേജിലും 100% കുട്ടികളെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങള് അതിന്റെ ഫയൽ ക്ലോസ് ചെയ്തു. ഞങ്ങൾ ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് 30-ാം തീയതി രാത്രി 12 മണി വരെയാണ്. ഈ കഴിഞ്ഞ 30-ാം തീയതി സെപ്റ്റംബർ 30-ാം തീയതി രാത്രി 12 മണി കഴിഞ്ഞാൽ അവിടെ വെച്ച എഗ്രിമെന്റും തീർന്നു, കുട്ടികളുടെ അഡ്മിഷനും തീർന്നു. ഈ വർഷം 2016-17 എന്ന് പറയുന്ന സ്ഥലത്ത് ഇനി ഒരു അഡ്മിഷൻ മെഡിക്കൽ കോളേജിന് 30-ാം തീയതി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. അതിനി ഫീസ് കുറയ്ക്കാനോ ഫീസ് കൂട്ടാനോ ഒന്നും കഴിയില്ല. ഒരു എഗ്രിമെന്റ് നിലവിൽ വന്നാൽ ആ എഗ്രിമെന്റിൽ നിന്ന് ഒരു കടുകട മാറുന്ന അല്ലെങ്കിൽ ഒരു 1% കുട്ടി കൊണ്ടുപോയി ഒരു കേസ് കൊടുത്താൽ പിന്നെ ഞങ്ങൾക്ക് ആ എഗ്രിമെന്റ് അതേപടി തന്നെ അബോളിഷ് ചെയ്ത് പോകും ഹൈക്കോടതിയിൽ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അസോസിയേഷൻ നേതാവ് മിസ്റ്റർ മൂസ, ഞാൻ ചോദിച്ച ആ കാര്യമൊന്നുമല്ല. നിങ്ങളുടെ പ്രതിനിധികൾ ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ മുറിയിൽ സ്വയം നിങ്ങൾ ചെന്നിട്ട് ഞങ്ങൾ ഇന്ന രീതിയിൽ ചില ഇളവുകളെ പറ്റി ആലോചിക്കുന്നു, ഞങ്ങൾ അങ്ങനെ ചില കാര്യങ്ങളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ?
അതാണ് ചോദ്യം. ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറഞ്ഞാൽ മതി. ഞങ്ങൾ ഇതിനകത്ത് ഇന്നലെ രാത്രി തന്നെ തീരുമാനിച്ച് ഞങ്ങൾ എല്ലാവരും വരികയും ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരു ചർച്ചയ്ക്ക് ഇന്നലെ ഞങ്ങളുടെ അസോസിയേഷന്റെ ചർച്ചയ്ക്ക് വേണ്ടി വരികയും അതോടൊപ്പം തന്നെ വരുന്ന സമയത്ത് ഇന്നലെ പറയുന്നു പെട്ടെന്ന് തന്നെ ഇപ്പോ ഒരു സമരവും പ്രശ്നങ്ങളും നടക്കുന്നത് കൊണ്ട് ഇതിനകത്ത് എന്താണ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ അത് സമവായത്തിൽ കൂടി ഒരു ചർച്ചയിൽ കൂടി പരിഹരിക്കാൻ ഇപ്പോഴത്തെ ഗവൺമെന്റ് വീണ്ടും മുൻകൈ എടുക്കുന്നു എന്ന് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ അസോസിയേഷൻ മീറ്റിംഗിന് വന്നതിന് ശേഷമാണ് ഇത് മനസ്സിലാക്കുന്നത്. അല്ല, ഞാൻ ആ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. പ്രിയപ്പെട്ട മൂസ, ഞാൻ ആ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ച ഒരൊറ്റ ചോദ്യം മാത്രം. നിങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ മുറിയിലെത്തി ഇങ്ങനെ ഒരു ഓഫർ വെച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞു തീർന്നില്ല. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ചർച്ചയെ കുറിച്ച് ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ ഇന്ന് രാവിലെ ചർച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ചർച്ചയുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ചർച്ചയ്ക്ക് 8:30 മണിക്ക് ചെന്നപ്പോൾ അങ്ങനെ ഒരു ചർച്ച അവിടെ ഇല്ല. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ വീണ്ടും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി. അസംബ്ലി നടക്കുന്ന സമയമാണ്. അസംബ്ലി സമയത്ത് അങ്ങനെ ചെന്നപ്പോൾ ആരോഗ്യമന്ത്രിയെയും ഞങ്ങൾ കയറി കണ്ടു. ഇങ്ങനെ ചർച്ച ഉണ്ടോ എന്ന് ചോദിച്ചു. ചർച്ച 3 മണിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ചർച്ചയ്ക്ക് വരണം 3 മണിക്ക് എന്ന്. അപ്പോഴാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടുന്നത്. അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് അവരോട് സംസാരിക്കാനോ ഉണ്ടാതെയോ പോരാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഈ രാഷ്ട്രീയ ലെവലിലുള്ള എല്ലാവരുമായിട്ടും ഈ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ കഴിഞ്ഞ 5 വർഷം UDF സർക്കാരിനും ഈ അതിനു മുമ്പായിരുന്നു നടന്നു പോകുന്ന ആളുകളാണ്. അവരും ഞങ്ങളുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ എന്താണ് വിശേഷം എന്ന് ചോദിക്കാനോ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ വേറെ ഒന്നും അതിനെക്കുറിച്ച് ചർച്ചയോ മറ്റു കാര്യങ്ങളിലേക്കോ ഒന്നും ഞങ്ങൾ കിടന്നില്ല. ചർച്ച ഞാൻ ആ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഒറ്റ ചോദ്യം മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ അസോസിയേഷൻ ഭാരവാഹികൾ ഉൾപ്പെടെ, ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവിന്റെ മുറിയിലേക്ക് നിങ്ങൾ ചെന്നിട്ട് ഞങ്ങൾ ഇന്ന രീതിയിൽ ചില കാര്യങ്ങളാണ് തീരുമാനിച്ചത് അല്ലെങ്കിൽ ഒരു ധാരണയാണ് ഉള്ളത്, നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? അങ്ങനെ പറഞ്ഞിരുന്നോ? അല്ല, അത് ഈ അസംബ്ലിയിൽ വരുമ്പോൾ ആ അസംബ്ലിയുടെ മുൻഭാഗത്താണ് ഇതിന്റെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഇതിന്റെ സമരവും ബഹളങ്ങളും നടക്കുന്നത് അസംബ്ലിക്കുള്ളിലാണ്. അപ്പൊ അസംബ്ലിയുടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെയോ അല്ലെങ്കിൽ മന്ത്രിയുടെയോ ഓഫീസുകളിലൊക്കെ ഞങ്ങൾ പല കാര്യങ്ങൾക്കുമായിട്ട് വരാറുണ്ട്. വെറുതെ നിങ്ങളുടെ ഒരു പ്രതിനിധിയെ നേരത്തെ പറഞ്ഞ റൂട്ട് ഫസൽ ഗഫൂർ അബദ്ധത്തിൽ പറഞ്ഞാണെന്നൊക്കെ പറയുന്നതിലൂടെയല്ല, നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ പ്രിയപ്പെട്ട മൂസ ഉൾപ്പെടെ, ഞാൻ വ്യക്തമായി പറഞ്ഞാൽ പ്രിയപ്പെട്ട മൂസ ഉൾപ്പെടെ നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ പ്രതിപക്ഷ നേതാവിന്റെ മുറിയിൽ അങ്ങോട്ട് ചെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന രീതിയിൽ ചില ധാരണകൾ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? ഏത് സമയവും പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം ക്രിസ്റ്റൽ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയാം. അതാണ് വളരെ ഡയറക്റ്റായി. അങ്ങനെ സംസാരിച്ചോ ശ്രീ മൂസ? അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഓഫീസുകളിലും ഞങ്ങൾ അങ്ങനെ ചെല്ലാറുണ്ട്. മറ്റു കാര്യങ്ങളാണ് സംസാരിക്കാറ്. എന്റെ ചോദ്യം പ്രിയപ്പെട്ട മൂസ, എന്റെ ചോദ്യം സംസാരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. സംസാരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സംസാരിച്ചോ? അദ്ദേഹം നിഷേധിക്കട്ടെ. ഒരു എഗ്രിമെന്റ് ഡിസ്കഷൻ അങ്ങനെ ഞങ്ങൾ ആരും നടത്തി. ഒരു കാര്യം പറയുന്നു, നിങ്ങളുടെ ഭാരവാഹികൾ, അസോസിയേഷന്റെ ഭാരവാഹികൾ പ്രതിപക്ഷ നേതാവിന്റെ മുറിയിലേക്ക് ചെന്ന് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതുമായി കണക്ട് ചെയ്തൊരു ചോദ്യം. പക്ഷേ അതായത് താങ്കൾ പറയുന്നത് മാനേജ്മെന്റും പ്രതിപക്ഷവും കൂടി അറിഞ്ഞിട്ടാണ് ഇന്നീ നടന്ന സംഭവങ്ങളെല്ലാം. അതായത് ഇന്നലെ ഫസൽ ഗഫൂർ ഇങ്ങനെ പറയും, ഇത്രയും കാര്യങ്ങൾ പറയും, ഇങ്ങനെ ഈ നടക്കുന്ന മീറ്റിംഗിൽ ഇത് അവതരിക്കപ്പെടും, അങ്ങനെയാണോ താങ്കൾ പറയുന്നത്? കാര്യങ്ങൾ വരും. കാര്യം ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയെ കണ്ടിരുന്നു, പ്രതിപക്ഷ നേതാവിന്റെ മുറിയിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇവർ മുഖ്യമന്ത്രിയുടെ കരാറുണ്ടാക്കിയിട്ടുള്ളത് മാനേജ്മെന്റുകളും സർക്കാരും തമ്മിലാണ്. കരാറിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ, എന്തെങ്കിലും ഒരു തീരുമാനം വരുത്തണമെങ്കിൽ മുഖ്യമന്ത്രിയോടോ ആരോഗ്യമന്ത്രിയോടാണ് ചർച്ച ചെയ്യേണ്ടത്. അതിനു മുൻപ് പ്രതിപക്ഷ നേതാവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനെ കണ്ട് ഇങ്ങനെ ഒരു ഉറപ്പ് നൽകുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഉറപ്പ് കൊടുത്തത് ആരോഗ്യമന്ത്രിക്ക് തന്നെയാണ്. അതിന് ആൻസർ ഞാൻ പറയാം. അല്ല, നിഷേധിക്കട്ടെ മൂസ സാർ. അല്ല, അങ്ങനെയെങ്കിൽ അസോസിയേഷൻ നേതാക്കൾ ഇന്നത് പറയണ്ടേ? ആരോഗ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു. തയ്യാറാക്കിയ ഒരു കുറിപ്പുമായിട്ട് അവർ പ്രതിപക്ഷ നേതാവിനെ മുറിയിൽ ചെന്നു കാര്യങ്ങൾ പറഞ്ഞു.
അതിനുശേഷമാണ് ഇല്ല, മുഖ്യമന്ത്രിയുമായി അങ്ങനെ ചർച്ചയ്ക്ക് ഒരു പോയിട്ടുള്ളത്. സംഭവമേ പക്ഷെ ഇവിടെ നമുക്ക് ഒരു വലിയൊരു കാര്യം നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? എന്ത് പറഞ്ഞാൽ പോലും ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം തന്നെ ആരോഗ്യമന്ത്രി വിളിച്ച ചർച്ചയിൽ ഒരു കാര്യം വ്യക്തമാണ്, ഇപ്പോഴിത് പ്രശ്നങ്ങൾ ശ്രദ്ധിക്കട്ടെ. സർക്കാരിനെ പോലും ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് സർക്കാരിന് പോലും പ്രതിപക്ഷത്തിന്റെ മുന്നിൽ ഒരല്പമെങ്കിലും കുനിഞ്ഞു നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെങ്കിൽ അത് മെഡിക്കൽ മാനേജ്മെന്റ് തന്നെയാണ്. ഇതുമായി കണക്ട് ചെയ്ത് ഒരു ചോദ്യം കൂടി പെട്ടെന്ന് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുമായി ഇന്ന് നിയമസഭാ സമുച്ചയത്തിനകത്ത് നിങ്ങൾ ചർച്ച നടത്തി. അതിനുശേഷം കേരളത്തിലെ ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ വെച്ച് നിങ്ങൾ ചർച്ച നടത്തി. അതിനുശേഷമാണ് നിങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളെ കാണാമെന്ന്. അവിടെ വെച്ച് അവർ തന്നെ പറഞ്ഞു, നിങ്ങൾ ഗവൺമെൻറ്റുമായിട്ടുണ്ടാക്കിയ എഗ്രിമെൻ്റാണ്, ഗവൺമെൻറ്റുമായി നിങ്ങൾ ചർച്ച ചെയ്യൂ, അതിനുശേഷം അതിന്റെ തീരുമാനം എന്താണെന്ന് വരട്ടെ, ഞങ്ങൾ മറുപടി പറയാമെന്നാണ് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മെഡിക്കൽ എനിക്കതല്ല തോന്നുന്നത്. എന്ത് വളരെ ഈസിയായി ഇത്തരത്തിൽ ഫീസ് കുറയ്ക്കാനൊക്കെ ആകുമോ? ഇവിടെ നമ്മൾ കണ്ടതാണ് പല ആവർത്തി ഏതാണ്ട് 5-6 പ്രാവശ്യം ആരോഗ്യമന്ത്രി ചർച്ച നടത്തുന്നു, പിന്നീട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കുന്നു. അപ്പോഴൊന്നും മാനേജ്മെന്റുകൾ ഈ പൈസ കുറയ്ക്കാമെന്ന് ഇത് കുറയ്ക്കാമെന്ന് പറയുന്നില്ല. UDF ഇങ്ങനെ ഒരു സമരത്തിലേക്ക് പോകുമ്പോൾ ഒരു ഘട്ടത്തിൽ ഫീസ് കുറയ്ക്കുന്ന കാര്യത്തിലേക്ക് മാനേജ്മെന്റ് പോലും പ്രതീക്ഷിക്കാത്ത ഫീസ് വർധനമാണ് ഈ ഗവൺമെന്റ് കൊടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 47,000 രൂപ 5 വർഷക്കാലം കൊണ്ട് വർദ്ധിപ്പിച്ച ഒരു ഗവൺമെന്റ് അധികാരം വിട്ടൊഴിഞ്ഞിട്ട് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് അങ്ങനെയെങ്കിൽ ആദ്യം തന്നെ കരാറുണ്ടാവില്ലായിരുന്നോ? ചില മാനേജ്മെന്റുകൾ മാനേജ്മെന്റുമായി തുടക്കം മുതൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒത്തുതീർപ്പുണ്ട്. ഹൈക്കോടതിയിൽ കേസിന് ഹാജരായില്ല, അവർ തോറ്റു കൊടുത്തു. സുപ്രീം കോടതിയിൽ അപ്പീൽ പോയില്ല. സുപ്രീം കോടതി പോയില്ല. മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അപ്പീൽ പോയി. ഈ ഗവൺമെന്റ് പോകാമായിരുന്നു. അന്നെന്താ പറഞ്ഞത്? തലവരിപ്പണം ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾ എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നു. അതിനെയും വൈരുദ്ധ്യമാക്കി ഇവിടുത്തെ സ്വാശ്രയ മാനേജ്മെന്റുകൾ തലവരിപ്പണം. ഈ ജെയിംസ് കമ്മിറ്റിയെയും അഹമ്മദ് കമ്മിറ്റിയും ഒക്കെ ഒരു മൂലയ്ക്ക് നിർത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 1300 പരാതികൾ ഇന്ന് നിലനിൽക്കുക. സജീവമാക്കി നിർത്തി. ഞാൻ 1300 പരാതികൾ വിജിൻ ഇതിന്റെ മറുപടി പറയണം. ശ്രീ വിജിൻ, ഇവിടെ സ്വാശ്രയ കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കഴിഞ്ഞ 5 വർഷക്കാലത്ത് എൻ്റെ മുന്നേ സംസാരിച്ച സുഹൃത്ത് പറയാൻ തയ്യാറല്ല, അവിടെ നിൽക്കട്ടെ. ഞാൻ ഈ വർഷത്തെ കരാറുമായി ബന്ധപ്പെട്ട് പറയാം. ഒന്ന്, SFIയുടെ പത്രക്കുറിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ ചോദിച്ചു. ഈ കേരളത്തിലെ ഗവൺമെൻറ് സ്വാശ്രയ മേഖലയിൽ 2 തീരുമാനങ്ങൾ എടുത്തു. ഫീസ് ഏകീകരിക്കുന്നതിന്, അതുപോലെ മുഴുവൻ സീറ്റിലും മെറിറ്റ് പ്രവേശനം നടത്തും. അതിലൊന്നിനെ ഞങ്ങൾ സ്വാഗതം ചെയ്തു. മുഴുവൻ സീറ്റിലും ഗവൺമെൻറ് തന്നെ നേരിട്ട് പ്രവേശനം നടത്തും, മെറിറ്റ് പാലിക്കുന്നു. ഞങ്ങൾ സ്വാഗതം ചെയ്ത കാര്യമാണ്. പക്ഷേ കേരളത്തിൽ ആദ്യമായി ഏകീകരിച്ച ഫീസ് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്ന യൂത്ത് കോൺഗ്രസോ KSCO UDF ആയിരുന്നില്ല. ആദ്യം എതിർത്ത് വന്ന SFI ആയിരുന്നു. അതിലേറ്റവും ശക്തമായ നിലപാട് SFIക്ക് എടുത്തു. പക്ഷേ അതിനുശേഷം ഈ കരാറുമായി ബന്ധപ്പെട്ട എന്താ വിഷയം? ഇവിടെ പഠിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്ത് കാര്യങ്ങൾ പറയേണ്ടത്. മാനേജ്മെൻറ്റുകൾ ഹൈക്കോടതി സമീപിക്കുന്നു. ഹൈക്കോടതിയാണ് മാനേജ്മെൻറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള വിധിയെടുക്കുന്നത്. എന്താണ്? മാനേജ്മെൻറ്റുകൾക്ക് മുഴുവൻ സീറ്റിലും പ്രവേശനം നടത്താമെന്ന രീതിയിൽ വിധി മാനേജുകൾ അനുകൂലമായി വരുന്നു. ഗവൺമെൻറ്റിന് തീരുമാനത്തിന് സ്റ്റേ വരുന്നു. ആ ഒരു ഘട്ടത്തിൽ മാനേജ്മെൻറ്റുകൾ തോന്നിയ നിലയിൽ പ്രവേശനം നടത്തുമെന്ന ഘട്ടം വന്നപ്പോഴാണ് കേരളത്തിലെ ഗവൺമെൻറ് മാനേജ്മെൻറ്റിലെ ചർച്ചയിൽ നടത്താൻ വേണ്ടി തയ്യാറാവുന്നത്. ഗവൺമെൻറ്റിന് ഫീസ് വർദ്ധിപ്പിക്കണം താല്പര്യമുണ്ട്, ഞങ്ങൾ കൃത്യമായി മനസ്സിലായതാണ്. താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ മാനേജ്മെൻറ്റുകൾ ഒരു നിലക്ക് പോലും നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. മുഴുവൻ സീറ്റുകളും മാനേജ്മെൻറ്റ് തോന്നും പടിക്ക് കൊണ്ടുപോകും എന്ന ഘട്ടത്തിലാണ് ഇവിടെ കേരളത്തിലെ ഗവൺമെൻറ് ഒരു കരാറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നത്. ഇവിടെ മറ്റൊരു വശം കൂടി പരിശോധിക്കണം. ഈ കരാറുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മറ്റൊരു വശം വെറും 40,000 രൂപ വർദ്ധിച്ചു എന്ന് മാത്രം ചർച്ച നടത്തുന്നതല്ല. അതിൻ്റെ മറ്റൊരു വശം ശ്രദ്ധിക്കണം. കഴിഞ്ഞ ഗവൺമെൻറ് എന്താ ചെയ്തത്? 1,80,000 ശരി തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ വർഷം, ഞാൻ ഇപ്പോഴും വെല്ലുവിളിച്ച് പറയുകയാണ്, കഴിഞ്ഞ വർഷം മെറിറ്റ് സീറ്റിൽ ഉൾപ്പെടെ സ്വാശ്രയ മാനേജ്മെൻറ്റുകൾ അത് മാനേജ്മെൻറ്റ് സീറ്റുകളാക്കി സീറ്റുകൾ കച്ചവടം ചെയ്തു. 1800 റാങ്ക് കിട്ടിയ കുട്ടികൾ ഇപ്പോഴും ആ രക്ഷിതാക്കൾ എന്നുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 1800-ഉം 1700-ഉം കിട്ടിയ കുട്ടികളുടെ രക്ഷിതാക്കൾ അവരിപ്പോഴും എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് പറയുകയാണ്, കഴിഞ്ഞ വർഷം ആ റാങ്ക് കിട്ടിയ കുട്ടികൾക്ക് പ്രവേശനം കിട്ടിയിട്ടില്ല. ആ 8000 കിട്ടിയത് 9000 കിട്ടിയ കുട്ടികൾക്ക് പ്രവേശനം കഴിഞ്ഞ വർഷം UDFിൻ്റെ നയത്തിൻ്റെ ഭാഗമായി കിട്ടി. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ ഗവൺമെൻറ് എത്ര കോളേജുകളുമായിട്ടാണ് കരാറിൽ ഒപ്പിട്ടത്? 20 കോളേജുകളുമായിട്ട്. കഴിഞ്ഞ UDFിൻ്റെ ഗവൺമെൻറ് എത്ര കോളേജുകളുമായിട്ടാണ് കരാർ ഒപ്പിട്ടത്? 13 കോളേജുകൾ. 7 കോളേജുകളുമായി അധികമായി ഈ LDF ഗവൺമെൻറ് കരാറിൽ ഒപ്പിട്ടപ്പോൾ BPL SC/BC വിഭാഗങ്ങളായി 20% സീറ്റിൻ്റെയും 30% മെറിറ്റിലും വർധനവുണ്ടായി. ഇവിടെ കേരളത്തിൽ സീറ്റിൻ്റെ കഴിഞ്ഞ വർഷം 800 സീറ്റിൽ മാത്രമാണ് മെറിറ്റിൽ പ്രവേശനം നടത്താൻ സാധിച്ചത്. ഈ വർഷം എത്രയാണ് പ്രവേശനം നടത്തിയത്? 1150 ഈ വർഷം നടത്തിയിട്ടുള്ള പ്രവേശനം. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം UDFിൻ്റെ ഭരണകാലത്ത് 7 കോളേജുകൾ കരാറിൽ ഒപ്പിട്ടില്ല. ആ കോളേജുകൾ എത്രയാണ് ഫീസ് വാങ്ങിച്ചത്? 5.5 ലക്ഷമാണ്. ആ കോളേജുകൾ 7 കോളേജുകളിലും
ഫീസ് വാങ്ങിക്കുന്ന നിലയുണ്ടായത്. ഈ വർഷം 350 സീറ്റുകൾ അധികമായി മെറിറ്റ് സീറ്റിൽ കിട്ടുന്ന നിലയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ 131 പേർക്ക് 25,000 രൂപയിലാണ് കഴിഞ്ഞ വർഷം പഠിക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ അതിൽ 219 പേർക്ക് പഠിക്കുന്നതിനും ഈ വർഷം 2.5 ലക്ഷം രൂപയ്ക്ക് ഈ വർഷം കഴിഞ്ഞ വർഷം ഈ വർഷം അവസരം കിട്ടുന്നു. കൂടുതൽ കുട്ടികൾക്ക് ഇവിടെ പ്രവേശനം നേടിക്കൊടുക്കാൻ, മെറിറ്റ് പ്രവേശനം നേടിക്കൊടുക്കാൻ ഈ കരാറുമായി ബന്ധപ്പെട്ട് സാധിച്ചിട്ടുണ്ട്. കരാറിലെത്താത്ത കോളേജുകളുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ടൽ ജെയിംസ് കമ്മിറ്റി ഇടപെട്ടു. അവിടുത്തെ പ്രവേശനം അഡ്മിഷൻ റദ്ദാക്കിയിരിക്കുകയാണ്. ഏറ്റവും നല്ല നിലപാടാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സാഹചര്യം കൂടി മനസ്സിലാക്കണം. SFI ഇത് പറയുമ്പോൾ തന്നെ ഞങ്ങൾ ഒരു ഘട്ടത്തിലും ഫീസ് വർധനവിനെ അനുകൂലിക്കുന്ന ആൾക്കാരല്ല, ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് പറയുമ്പോൾ പോലും എന്തുകൊണ്ട് ഫീസ് വർദ്ധിപ്പിക്കേണ്ടതായി വന്നു? ആ ഫീസ് വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം നമുക്കറിയാം. ഹൈക്കോടതി ഇടപെടലുകളാണ്. ഹൈക്കോടതി ഇടപെടൽ വരുന്ന ഘട്ടത്തിൽ തന്നെ 20 കോളേജുകളുമായി കരാറിൽ ഒപ്പിട്ടത് വഴി 1150 കുട്ടികൾക്ക് ഈ കേരളത്തിൽ മെറിറ്റ് സീറ്റിൽ പഠിക്കാൻ സൗകര്യമുണ്ടായി. 25,000 ഫീസിൽ പഠിക്കാൻ BPL വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരം ഈ കേരളത്തിൻ്റെ മണ്ണിലുണ്ടായി. അത് കാണാതെ പോവുകയാണ് ഇവിടെ പലരും. അത് ചർച്ചയ്ക്ക് വരുന്നില്ല. ഇവിടെ എന്തുകൊണ്ട് ചർച്ചയ്ക്ക് വരുന്നില്ല? ഏറ്റവും ശക്തമായി ചർച്ചയ്ക്ക് എടുക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് സുപ്രീം കോടതി ഗവൺമെന്റ് സമീപിച്ചില്ല? അത് പറയേണ്ട കാര്യമില്ല. സെപ്റ്റംബർ 30-നകം പ്രവേശനം പൂർത്തീകരിക്കണം. അങ്ങനെ സെപ്റ്റംബർ 30-നകം പ്രവേശനം പൂർത്തീകരിക്കണമെങ്കിൽ അത്ര രീതി കേസുമായി മുന്നോട്ട് പോയാൽ പ്രവേശനമാകെ അബദ്ധത്തിലാവും എന്ന ഘട്ടത്തിലാണ് സമീപനം ഇല്ലാതിരുന്നത്. പക്ഷേ അവസാന ഘട്ടം സീറ്റ് നീട്ടിക്കിട്ടുമെന്ന ഘട്ടത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറായല്ലോ സുപ്രീം കോടതിയെ സമീപിക്കാൻ. കേരളത്തിലെ ഗവൺമെന്റ് സുപ്രീം കോടതി സമീപിക്കാൻ തയ്യാറായില്ലേ? ഒരു നല്ല നിലപാടാണ് സ്വാശ്രയ വിഷയത്തിൽ ഈ ഗവൺമെന്റ് എടുത്തത്. അത് പറയുമ്പോൾ തന്നെ പറഞ്ഞു വെക്കാതെ ഇവിടെ പോയിട്ട് കാര്യമില്ല. കഴിഞ്ഞ 5 വർഷത്തെ അവസ്ഥ എന്താ? കേരളത്തിലെ കഴിഞ്ഞ 5 വർഷത്തെ സ്വാശ്രയ മേഖല അവസ്ഥ ഇവിടെ നേരത്തെ എന്നെ SFIയുടെ നേതാവ് പറയട്ടെ. ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ നിലപാട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഏകീകരണ ഫീസ് വരുമ്പോഴും ഞങ്ങൾ നിലപാട് കൃത്യമായി ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ശക്തമായി തന്നെ പറയുകയാണ്, കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാരെയും കണ്ടിട്ടില്ല, കോൺഗ്രസ്സുകാരെയും കണ്ടിട്ടില്ല. ഇവിടെ തലവരിപ്പണം കഴിഞ്ഞ വർഷങ്ങളിൽ വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ സമരം നടത്തുമ്പോൾ ഒരു അഭിപ്രായം പറയാൻ പോലും ആരെയും കണ്ടിട്ടില്ല. മെറിറ്റ് സീറ്റുകൾ മാനേജ്മെന്റ് സീറ്റുകളാക്കി കച്ചവടം ചെയ്ത ഘട്ടത്തിൽ ഞങ്ങൾ ഇവിടെ ആരെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രഹസന സമരം ഇത് എന്തുകൊണ്ടാണ് നടത്തുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ ഒരു കരാറിന്റെ ശോഭ കെടുത്താൻ കൂടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണോ എന്ന് കൂടിയാണ് ശ്രീ വിജിൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ആ ഒരു വിഷയത്തിലേക്കാണ് ഇനി ചർച്ച കടക്കാൻ പോകുന്നത്. ഈ കരാറുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് 40,000 രൂപ ഫീസ് വർധനവ് വരുത്തി എന്നൊക്കെ പറയുമ്പോഴും മെറിറ്റ് സീറ്റിലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ചത് കൂടുതൽ സാധാരണക്കാർക്ക് പഠിക്കത്തക്ക രീതിയിൽ ഒരുപക്ഷെ തലവരിപ്പണം, സീറ്റ് കച്ചവടം അടക്കം ഒഴിവാക്കിക്കൊണ്ടുള്ള കരാറിനെയൊക്കെ നിലവിൽ അതിന്റെ ശോഭ കെടുത്തുന്ന തരത്തിലേക്ക് നടക്കുന്ന പ്രതിപക്ഷ ആക്രമണം അതിന്റെ പ്രതിഫലനമാണോ ഇന്നും സംഭവിച്ചത് എന്ന രീതിയിലേക്ക് തന്നെയാണ് ഇനി നമ്മുടെ ചർച്ച കടക്കുന്നത്. ശ്രീ സൈമൺ, ആ വിധത്തിലാണ് എങ്കിൽ പ്രത്യേകിച്ച് എന്താണെന്നറിയാമോ, നിങ്ങൾ ഈ ചർച്ചയിലുടനീളം ഈ ഫീസ് വർധനവിനെ കുറിച്ച് പറയുന്നതല്ലാതെ ബാക്കി ഇത്രയേറെ ഏതാണ്ട് 20ഓളം കോളേജുകൾ ഈ കരാറിലേക്ക് വന്നതിനെക്കുറിച്ചോ ബാക്കി ഈ ഇത്രയും സാധാരണക്കാർക്ക് പഠിക്കുന്നതിൻ്റെ സാഹചര്യത്തെക്കുറിച്ചോ എങ്ങും പറഞ്ഞു കേൾക്കുന്നില്ല. സാജു ഖാൻ പറഞ്ഞതിന് 2 കാര്യങ്ങൾ വിജിൻ പറഞ്ഞതിനാണ് ബന്ധപ്പെട്ട്. ഒന്ന്, ഇവിടെ മെറിറ്റ് സീറ്റുകളുടെ എണ്ണം കൂടി എന്ന് പറഞ്ഞു. അത് ഈ ഗവൺമെൻറ് നേട്ടമല്ല. പല മെഡിക്കൽ കോളേജുകളിലും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ സീറ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചു. ആനുപാതികമായി ആ വർധനവുണ്ടായി. അതാണ് സ്വാശ്രയ മെറിറ്റിനകത്ത് ഒരു ഭാഗത്തുണ്ടായിരിക്കുന്ന വർധനമെന്ന് പറയുന്നത്. രണ്ടാമത്, ഇവിടെ 250 സീറ്റ് 25,000 രൂപ ഫീസിന് പഠിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നു കേരളത്തിൽ. പാരിപ്പള്ളി ESI മെഡിക്കൽ കോളേജ്, ഇടുക്കി മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരത്ത് 2ാമത്തെ മെഡിക്കൽ കോളേജ്, ഈ 2ഇടത്തും ഗവൺമെൻറ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അനുവാദം കൊടുക്കുമായിരുന്നു. ഈ ഗവൺമെൻറ് എന്തുകൊണ്ട് പോയില്ല? അപ്പോൾ ഇത് ആർക്ക് വേണ്ടി? 25,000 രൂപയ്ക്ക് 250 വിദ്യാർത്ഥികൾ പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോഴാണ്. അപ്പോൾ അവർ പറയും അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന് പറയും. വിജിൻ്റെ നാടായ കണ്ണൂരിൽ അഞ്ചരക്കണ്ടിയിലുള്ളൊരു മെഡിക്കൽ കോളേജുണ്ട്. അവിടെ എത്ര IP ഉണ്ടെന്ന് പോയി അന്വേഷിക്കണം. അവിടെ ഇപ്പോൾ മെഡിക്കൽ പ്രവേശനം നടന്നിട്ടുണ്ട്. ഈ വർഷവും അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അവിടെ. ഇതിൻ്റെ അടിസ്ഥാനപരമായി ഒരു സൗകര്യമില്ലാത്തൊരു കോളേജാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ്. അതിനേക്കാൾ എത്രയോ സൗകര്യങ്ങളുണ്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന്, നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടുക്കി മെഡിക്കൽ കോളേജിന്, പുതുതായി ആരംഭിക്കാൻ പോയ തൈക്കാടും ജനറൽ ഹോസ്പിറ്റലും ചേർത്തുള്ള തിരുവനന്തപുരത്തെ 2ാമത്തെ മെഡിക്കൽ കോളേജിന്. അപ്പോൾ ആ 250 സീറ്റ് അട്ടിമറിച്ചതാരാ? നിങ്ങളാ. പിന്നെ കോടതിയിൽ പോയ കാര്യം, സുപ്രീം കോടതി പോയില്ല വിജിനെ സുപ്രീം കോടതി പോയില്ല ഈ ഗവൺമെൻറ് സ്വാശ്രയ മാനേജ്മെൻറ്റുമായി തുടക്കം മുതൽ ഒത്തുകളിക്കുകയാണ്. ദന്തൽ മാനേജ്മെൻറ്റിന് 4 ലക്ഷം രൂപ ഫീസ് ആദ്യം പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇതിനകത്ത് പോരായ്മയുണ്ട്, നിങ്ങൾ തിരുത്തി. സെപ്റ്റംബർ മാസം 1-ാം തീയതി BPL SCBC ഫീസ്
25,000 രൂപ ഉണ്ടായിരുന്നു, 45,000 രൂപ നിങ്ങൾ കൂട്ടി. ആ ഉത്തരവ് നിങ്ങൾ സെപ്റ്റംബർ മാസം 3-ാം തീയതി പിൻവലിച്ചു. നിങ്ങൾക്ക് ആ തെറ്റ് മനസ്സിലാക്കിയതുകൊണ്ടാ. ഇന്നെന്താ ഉണ്ടായത്? ഇന്ന് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ആരോഗ്യവകുപ്പ് സെക്രട്ടറിയും കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ പ്രതിനിധികളുമായി ഒരു ചർച്ച തയ്യാറാവുന്നു. ഒരു സാമാന്യ നീതിക്ക് ചോദിക്കട്ടെ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മാനേജ്മെന്റുകൾ ആരെയും അറിയിക്കാഞ്ഞിട്ടാണോ അവർ തിരുവനന്തപുരത്തേക്ക് ചർച്ചയ്ക്ക് വന്നത്? ചർച്ച നേരത്തെ പ്ലാൻ ചെയ്തു. തീർച്ചയായിട്ടും ആ ചർച്ച നടന്നു. ആ ചർച്ച നടന്നപ്പോൾ ഉരുത്തിരിഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഞാനിവിടെ ചർച്ചയ്ക്ക് വരുന്നില്ല. പല മാനേജ്മെന്റുകളും പറഞ്ഞു ഞങ്ങൾ ഫീസ് എടുക്കാൻ തയ്യാറാണ്. ഞാനും ജോണും തമ്മിൽ എഗ്രിമെന്റ് വെച്ചു. ആ എഗ്രിമെന്റ് എവിടെ വയലേഷൻ ഉണ്ടാവുന്നത്? നമ്മൾ തമ്മിൽ ഉണ്ടാകുന്ന എഗ്രിമെന്റിനകത്ത് ഒരു നാച്ചുറൽ ജസ്റ്റിസിന് വയലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ സാമൂഹ്യ നീതിക്ക് ഒരു വയലേഷൻ ഇല്ല. ഇവിടുത്തെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ സഹായിക്കാൻ വേണ്ടി ഒരു എഗ്രിമെന്റ് മാറണമെന്ന് പറഞ്ഞാൽ ഏത് കോടതിയാ അതിന് കൂട്ടുനിൽക്കാതിരിക്കുന്നത്? രണ്ടാമത് അവർ ഉണ്ടാക്കിയ ഫോർമുല എന്താ? ഞങ്ങൾ അവർക്ക് സഹായം കൊടുക്കാം, സ്കോളർഷിപ്പ് കൊടുക്കാം ഒരു ഫോർമുല ഞങ്ങൾ കേട്ടത്. ഞങ്ങൾ സമരവുമായി ബന്ധപ്പെട്ട് ആയിക്കോട്ടെ, ഞാൻ അതിനൊന്നും പറഞ്ഞില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അടുത്ത് ചർച്ചയ്ക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ദാഷ്ട്യമായ നിലപാടാണ് ഇവിടെ പ്രിയപ്പെട്ട ജോൺ സൂചിപ്പിച്ചു. ഇവിടുത്തെ സ്വാശ്രയ മാനേജ്മെന്റ് ഉണ്ടാക്കിയ ഒരു അഴകുഴപ്പൻ ഏർപ്പാടുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി അവസാനം ഒരു ദാഷ്ട്യമായി പറയുക. 15 ദിവസം കൊണ്ട് ഇവിടെ സമരം നടക്കുകയാണ്. ഇന്നലെ തുടങ്ങിയ സമരമല്ല, ഇന്നലെ ആരംഭിച്ച സമരമല്ലത്. കേരളത്തിലെ നിയമസഭാ സാമാജികന്മാരായ 2 പേർ കഴിഞ്ഞ 7 ദിവസമായി നിയമസഭയിൽ നിരാഹാരം കിടക്കുക. ഇത്രയും നിഷേധമായ സൂചിപ്പിക്കുന്നത് അവിടെയാണ് കഴിഞ്ഞ കൊല്ലം പോലും വലിയ തീവെട്ടിക്കൊള്ള നടത്തുന്നു, മെറിറ്റ് സീറ്റുകൾ പോലും കച്ചവടത്തിന് വെക്കുന്നു മാനേജ്മെന്റുകൾ. എന്തുകൊണ്ട് അന്നൊന്നും ഇപ്പോൾ ഈ കാണിക്കുന്ന ഒരു ആവശ്യമുണ്ടാകുന്നില്ല? കഴിഞ്ഞ 5 വർഷത്തെ കാര്യം പറയൂ. കഴിഞ്ഞ 5 വർഷക്കാലവും ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടുത്തെ സ്വാശ്രയ മാനേജ്മെന്റിനെ സഹായിക്കുന്ന ഒരു നിലപാടും എടുത്തിട്ടില്ല ഗവൺമെന്റ്. എത്ര മാനേജ്മെന്റുകൾ സർക്കാരുമായി 14 മാനേജ്മെന്റ് സർക്കാർ കരാറുണ്ടാക്കി. 14 മാനേജ്മെന്റ് സർക്കാർ കരാറുണ്ടാക്കി. ക്രിസ്ത്യൻ മാനേജ്മെന്റ് മാത്രമാണ് മാറിയുന്നത്. എല്ലാവരും പലരും മെറിറ്റ് സീറ്റിൽ പോലും പിന്നെ പുതുതായി ഇപ്പൊ 3 കോളേജുകൾ കൂടി ഉണ്ടായി. അപ്പൊ അത് കോളേജുകൾ സഹകരിക്കും, പല കോളേജുകളും സഹകരിക്കാത്ത സാഹചര്യമായിരുന്നില്ലേ ഉണ്ടായിരുന്നത്? കഴിഞ്ഞ തവണ ചില കോളേജുകൾ സഹകരിക്കാതിരുന്നപ്പോഴും സർക്കാരിന് അവരെ കരാറിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അവർ യാഥാർത്ഥ്യം തന്നെയാണ്. അതിന് ഗവൺമെന്റ് എത്രത്തോളം ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് സംശയമുണ്ട്. പിന്നെ ഒരു അന്വേഷണം പോലും നടന്നിട്ടില്ല. അല്ല, അതിൽ അന്വേഷണമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞിരുന്നാൽ ഇപ്പോഴത്തെ ഈ സുപ്രീം കോടതി വിധി വരെയുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മാനേജ്മെന്റുകൾക്കാണ് 100% സീറ്റിനുള്ള അവകാശം. ഇനാന്തിയാർ കേസിലെ സുപ്രീം കോടതി വിധിയോടുകൂടി കഴിഞ്ഞ ഈ 27-ാം തീയതി വിധി വരെയുള്ള സംഭവത്തിൽ മാനേജ്മെൻറ്റുകൾക്കാണ് അവകാശം. അവർ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കഴിഞ്ഞ ഈ ഗവൺമെൻറ് ഈ ഇടയ്ക്ക് വെച്ചൊരു കേസ് 100% സീറ്റ് ഏറ്റെടുത്തപ്പോൾ ഗവൺമെൻറ് ഹൈക്കോടതി പോയിട്ട് എന്താ സംഭവിച്ചത്? അത് ഹൈക്കോടതി അത് തള്ളിക്കളഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ ആ സുപ്രീം കോടതി വിധി നിലനിൽക്കെ ഒരു കാരണവശാലും അത് സംഭവിക്കാൻ പറ്റില്ല. കോടതിയിലേക്ക് വരുമ്പോൾ അതങ്ങനെയാണ് കാര്യം. പക്ഷെ ഇവിടെ ഞാൻ ചോദിച്ചത് അതല്ല, എന്റെ വിഷയം അതല്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു കരാർ ഉണ്ടാകുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏതാണ്ട് കഴിഞ്ഞ വർഷം തന്നെ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ കരാർ അത്രത്തോളം സുതാര്യമായിരുന്നില്ല എന്ന് വ്യക്തമല്ലേ? പ്രത്യേകിച്ച് ഈ തലവരി പണം അടക്കമുള്ള വിഷയങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞു. തലവരി പണം എന്നുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ വർഷമാണ് അല്ലെ ഈ വർഷമാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്വാശ്രയ കോളേജുകൾ കേരളത്തിൽ തുടങ്ങിയത് തൊട്ട് തലവരി പണം ഉണ്ട് എന്നുള്ളതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. നമ്മളെല്ലാവരും ഒന്ന് നിഷേധിക്കും. ഇപ്പോഴത്തെ ഇത്തവണയും നടന്നിട്ടുണ്ട്, യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൽ നടന്നിട്ടുണ്ട്. അതിനു മുമ്പുള്ള ഒറ്റ കാര്യം ചെയ്താൽ മതി. കഴിഞ്ഞ 10 അല്ലെ 15 വർഷത്തെ ഈ മാനേജ്മെന്റുകൾക്ക് ലഭിച്ചിരിക്കുന്ന അതിൻ്റെ ബന്ധപ്പെട്ടവർ അക്കൗണ്ടിലേക്ക് ചെന്നിട്ട് കാശ് നോക്കിയാൽ മതി. എത്ര കോടി രൂപയെന്നാണ് ഈ സമയത്ത് ഈ കഴിഞ്ഞ ഇപ്പം വന്നേക്കുന്ന അഡ്മിഷൻ സമയത്ത് ഈ മാനേജ്മെന്റ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ. ഇത്രയേറെ മാനേജ്മെന്റുകളെ ഈ കരാറിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ സർക്കാരിനായിരുന്നോ? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ സർക്കാരിന് 14 കോളേജുകളെ മാത്രമാണ് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അത് അവർക്ക് അതിനകത്ത് പിഴവ് പറ്റിയിട്ടുണ്ട്. അവർക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്. കാരണം ആ പിഴവിനെ അവർക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ സമവായത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സാഹചര്യം കഴിഞ്ഞ തവണ ഉണ്ട്. കോളേജുകളുടെ ഫീസ് 5 ലക്ഷമായിരുന്നു. ഏതേ കിട്ടില്ല. വിജിൻ പറയാമോ? ഞാൻ കേൾക്കാം. ഓക്കെ, കരാറിൽ വല്ലാത്ത കോളേജുകളിലെ ഫീസ് 5 ലക്ഷം രൂപയായിരുന്നു കഴിഞ്ഞ വർഷം. അവർ ഫീസ് നിശ്ചയിച്ചു, അവർ അഡ്മിഷൻ നടത്തി.
അല്ല, അവിടെ സർക്കാരിന് ഇടപെടേണ്ടായിരുന്നോ? സർക്കാർ എന്തുകൊണ്ട് ഇടപെട്ടില്ല? സർക്കാർ ഇടപെട്ടില്ല. ഈ യുവജന ആവശ്യം പറയുന്ന യൂത്ത് കോൺഗ്രസ് ഇടപെട്ടില്ല. അന്നൊരു അഭിപ്രായം വിദ്യാർത്ഥി യുവജന സംഘടനകൾ, അത് പ്രതിപക്ഷത്താണേലും ഭരണപക്ഷ യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും DYFI ആണെങ്കിലും അവര് നിൽക്കേണ്ടത് വിദ്യാർത്ഥികളുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഇവർക്ക് അതാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇല്ലാത്ത വിദ്യാർത്ഥി നന്മ ഇപ്പോൾ ഈ ഒരു കരാർ ഉണ്ടായപ്പോൾ മാത്രമേ അതിനെതിരെ ശക്തമായിട്ട് വരാനുള്ള ബാധ്യത അംഗീകരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് അത് ചെയ്യേണ്ടിയിരുന്നു, അല്ലെ KSUക്കാർ അത് ചെയ്യേണ്ടിയിരുന്നു. പക്ഷേ കഴിഞ്ഞ നമ്മളത്തെ ഗവൺമെന്റ് അവരെ പല വിധത്തിൽ ഈ സമവായത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ശിക്ഷിക്കുന്നതിലല്ല, സ്നേഹത്തോടെ പിടിച്ചുകൊണ്ട് വരാനേ പറ്റുമായിരുന്നു. കാര്യം ഈ 27 വിധി വരെ 100% സീറ്റിനുള്ള അവകാശം മാനേജ്മെന്റുകൾക്കാണ്. അതാണ് വന്നേക്കുന്നത്. ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷൻ കഴിഞ്ഞ VS ഗവൺമെന്റ് സമയത്ത് ശ്രീ MA ബേബി മാക്സിമം നോക്കി ക്രിസ്ത്യൻ മാനേജ്മെന്റ് പിടിക്കാൻ പറ്റുന്നില്ല. കാര്യം എന്താ? അവൻ ആ കോടതി വിധി, ഇനാന്താർ കേസിന്റെ വിധി കാണിക്കുന്നു. ഞാൻ തിരികെ എത്താം. ശ്രീ മൂസ, ഇവിടെ പറയുന്നത് പോലെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, അതായത് ഇത്രയേറെ പല മാനേജ്മെന്റുകളും സ്വന്തം നിലയിൽ തന്നെ താങ്കളുടെ മറുപടിയിലേക്ക് ശ്രീ മൂസ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് അവിടെ ഒരു സ്ഥലമുണ്ട്, ഒരു ശ്രീ മൂസ താങ്കൾക്ക് കേൾക്കാമെന്ന് കരുതുന്നു, ചോദ്യം കേൾക്കാമെന്ന് കരുതുന്നു. ശ്രീ മൂസ, യെസ്, അദ്ദേഹത്തിലേക്ക് എത്താം. അദ്ദേഹം മറ്റെവിടെയോ ശ്രദ്ധിക്കുകയാണെന്നോ, ഞാൻ അദ്ദേഹത്തിലേക്ക് എത്താം. വിജിൻ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ ഇതിന്റെ ഒരു ഉദ്ദേശശുദ്ധിയൊക്കെ പറയുമ്പോഴും ഇപ്പോഴും കാര്യങ്ങൾ മറ്റെവിടെയോ കൊണ്ടുചെന്ന് എത്തിക്കാനുള്ള ഒരു ശ്രമം കൂടി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെയാണ് ഇന്നിപ്പോൾ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവുമായി ചർച്ച നടത്തിയിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉറപ്പ് നൽകിയിരുന്നു. അവിടെ നിങ്ങൾ ശ്രീ മൂസയിലേക്ക് വരികയാണ്. ശ്രീ മൂസ, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അങ്ങനെ ഒരു കരാർ, സുതാര്യമായ ഒരു കരാറില്ലായിരുന്നു, അല്ലെങ്കിൽ ഇത്രയേറെ മാനേജ്മെന്റുകളെ കരാറിന്റെ കീഴിലേക്ക് കൊണ്ടുവരാനായില്ല. പക്ഷേ അന്ന് കാര്യങ്ങൾ സുതാര്യമായിരുന്നു എന്ന് ശ്രീ സൈമൺ പറയുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഒരു കരാർ കൊണ്ടുവന്നപ്പോഴാണ് ഇതിന്റെ എല്ലാ പ്രശ്നങ്ങളും എന്ന് സൈമണെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ശ്രീ മൂസ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഇതേമാതിരി എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. ആ എഗ്രിമെന്റിൽ നിന്ന് യാതൊരു വ്യത്യാസവും ഈ എഗ്രിമെന്റിൽ നിന്നുണ്ടായിട്ടില്ല. അതേ കഴിഞ്ഞ വർഷത്തെ എഗ്രിമെന്റിൽ നിന്ന് വ്യത്യാസമായി സാധനങ്ങളുടെ വിലക്കയറ്റം അതുപോലുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് അതിന്റെ ഒരു അല്പം വ്യത്യാസത്തിൽ ഫീസിന്റെ വർധനമുണ്ടായി എന്നുള്ളത് ഒഴിച്ചാൽ വേറെ അത് ഞാൻ താങ്കളുടെ ഭാഗത്ത് നിന്ന് ഞാൻ അതിനെ തള്ളിക്കളയുന്നില്ല, താങ്കളുടെ ഭാഗത്ത് നിന്ന്. പക്ഷേ ഇവിടെ അന്ന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരുമായി കരാർ ഉണ്ടാകുന്നു, അതേക്കുറിച്ച് മാനേജ്മെന്റുകൾ ചർച്ച നടത്തുന്നു. പക്ഷെ അപ്പോഴൊന്നും കാണാത്ത ഒരു അതൃപ്തി ഇവിടെ UDF-നും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനും ഒക്കെ ഇന്നത്തെ ഈ ഒരു മീറ്റിംഗിൽ അടക്കം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം എന്താണ്? അങ്ങനെ ഒരു കാര്യത്തിന്റെ ഒരു ആവശ്യമില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കരാർ നിലവിലുണ്ട്. ആ കരാറുമായി ബന്ധപ്പെട്ട് 50% മാനേജ്മെന്റ് കോട്ട, 50% മെറിറ്റ് എന്നുള്ള നിലയിൽ ശരിയായ വിധത്തില് ഈ കഴിഞ്ഞ സർക്കാരുകളെല്ലാം ചെയ്ത മാതിരിയാണ് ഞങ്ങളെല്ലാം ഇത്തവണ ചെയ്തിട്ടുള്ളൂ. 2 കോളേജുകൾ ഒഴിവാക്കി എല്ലാ കോളേജുകളും കരാറിൽ ഒപ്പിട്ടു. ഇവിടെ യാതൊരു പ്രശ്നങ്ങളും ഈ കാര്യത്തിലില്ല. കുട്ടികളെ അഡ്മിറ്റ് ചെയ്തു, കുട്ടികളെ ഇന്റർസേ മെറിറ്റ് പ്രകാരം എല്ലാ കുട്ടികളെയും വളരെ ഭംഗിയായി ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തു. അതിന്റെ ഹൈക്കോടതി ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായ സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 കുട്ടികളുടെ പേരിൽ ഹൈക്കോടതി 8 കുട്ടികൾ കേസ് കൊടുത്തിട്ട് പോലും കോടതി മീഡിയേഷനിൽ വിളിച്ചിട്ട് കോടതി ആ കുട്ടികൾക്കെതിരെ 10,000 രൂപ പിഴ ചുമത്തി. അത്ര നല്ല നിലയിലാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഈ പ്രവേശനവുമായി നടന്നിരിക്കുന്നത്. യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. കുട്ടികളെ അഡ്മിറ്റ് ചെയ്തു, ഞങ്ങൾ എല്ലാ കോളേജുകളും ക്ലാസ് തുടങ്ങി. ഇനി ഈ വർഷത്തെ ഞങ്ങൾക്ക് ഇതേക്കുറിച്ച് ചിന്തിക്കാനോ പറയാനോ അല്ലെങ്കിൽ എഗ്രിമെന്റ് മാറ്റാനോ അങ്ങനെ ഒരു കാര്യവും ഞങ്ങൾ ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല, ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. അതായത് ശ്രീ മൂസ, ഇനി ഇതൊരു അജണ്ടയിലേ ഇല്ലാത്ത വിഷയമാണ്. കാരണം 28-ാം തീയതി തന്നെ ക്ലാസ് തുടങ്ങി, ക്ലാസ് പുരോഗമിച്ചു. ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്കില്ല. ഈ ഒരു വിഷയമേ ഇനി ചർച്ചയ്ക്ക് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അത് എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്നലെയും പറഞ്ഞു, ഇന്നും പറഞ്ഞു, ഇനിയുള്ള ദിവസങ്ങളിലും ഞങ്ങൾക്ക് പറയും. ഇനി ഞങ്ങളൊരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്യാൻ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നിയമം അനുസരിച്ചും കേരളത്തിന്റെ എഗ്രിമെന്റ് അനുസരിച്ചും ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളുടെ സീറ്റുകളെല്ലാം ഫില്ല് ചെയ്തു. ഇനി ഒരാൾക്കും ഒരു അഡ്മിഷൻ ഈ വർഷം കൊടുക്കാൻ കഴിയില്ല. അടുത്ത വർഷം 2017-18 വരാൻ പോകുന്ന എഗ്രിമെന്റ് എന്ന് പറയുന്നത് എഗ്രിമെന്റ് അല്ല, അത് സെൻട്രൽ ഗവൺമെന്റിന്റെ യൂണിഫോം ഫീസാണ്. അത് ഇതിലൊക്കെ വളരെ വലിയ ഒരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇത് സമവായത്തിൽ ഏതെങ്കിലും വിധത്തിൽ എല്ലാവരും സഹിച്ചും പുറത്തും ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് അസോസിയേഷന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ഒരു പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകാതെ
രമ്യമായ ഒരു നിലയിലേക്ക് ഇത് പരിഹരിച്ചെടുക്കണം. ഇനി ഈ വർഷം ഇത് പരിഹരിക്കാൻ പറഞ്ഞാൽ മാനേജ്മെന്റിന് ബുദ്ധിമുട്ടാണ് എന്ന് ഒരിക്കൽ കൂടി പറയും. അവിടെയാണ് മാനേജ്മെന്റുകൾക്ക് ഇനിയൊന്നും ചെയ്യാനില്ല. ശ്രീ സൈമൺ, അവിടെയാണ് ഇനി UDFന്റെ സമരം എന്താണ്? അല്ലല്ലോ ഈ സമരം ആരംഭിച്ചത്. ഈ ഈ സമരം സർക്കാരിനെതിരെ രാഷ്ട്രീയമായി മാറും. ഇല്ല, സർക്കാരിനെതിരെ രാഷ്ട്രീയമായി മാറും. മാനേജ്മെന്റുകളുടെ അല്ലല്ല, സർക്കാരും മാനേജ്മെന്റും തമ്മിൽ കരാറുണ്ടാക്കി. അവർക്ക് മാനേജ്മെന്റ് ആഗ്രഹിക്കാത്തതിലധികം ഫീസ് വർധനവ് ഈ ഗവൺമെന്റ് ഒത്താശ ചെയ്തു കൊടുത്തു. ഇതിനകത്തൊരു വലിയ കച്ചവടം നടന്നിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഈ സമരം ഒത്തുതീർപ്പാൻ ഉണ്ടാക്കാൻ ഒരു ഫോർമുലയൊന്നും ഉണ്ടായിട്ട് പോലും അതിന് മുൻകൈ എടുക്കാതിരിക്കുന്നത്? ഇല്ല, അത് അദ്ദേഹം പറഞ്ഞത് അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയത്തില്ല. കാരണം ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാ. പിന്നെ ഈ സർക്കാർ അറിയാത്ത, മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയാത്ത ഫോർമുല പ്രതിപക്ഷം മാത്രം എങ്ങനെ അറിഞ്ഞു? പ്രതിപക്ഷം പറഞ്ഞ ഫോർമുല അല്ല ഈ പറഞ്ഞത്. സൗമ്യ, അതിനകത്ത് സൈമൺ പറയുന്നതിനെ കുറച്ച് യാഥാർത്ഥ്യമുണ്ട്. കാരണം ഇന്ന് സർക്കാരിനെയും അല്ലെങ്കിൽ എല്ലാവരെയും കൊണ്ട് പ്രതിസന്ധിയിലാക്കി യഥാർത്ഥത്തിൽ ചർച്ചയുടെ അവസാനം വരുമ്പോൾ ചിലപ്പോൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷമൊക്കെ ആവാം. മാനേജ്മെന്റുകൾ ഇന്നലെ തൊട്ടെടുത്ത ചില മാനേജ്മെന്റുകൾ അവരുടെ പ്രതിനിധികൾ ഇന്നലെ ഫസൽ ഗഫൂറായി, ഇന്നിപ്പം അവരുടെ പ്രതിനിധികൾ ആരോഗ്യമന്ത്രിയുമായി ചർച്ച ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ ആരോഗ്യ സെക്രട്ടറിയുമായി സ്പെഷ്യൽ സെക്രട്ടറിയുമായി സംസാരിച്ചതിന് ശേഷം നേരെ ഒന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നു. അതെ, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ഞങ്ങൾ ഇനി മുഖ്യമന്ത്രിയാണ്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, മുഖ്യമന്ത്രിയുമായി സംസാരിക്കൂ, എന്നിട്ട് ചർച്ചയാകാം, തീരുമാനിക്കാം. ഇങ്ങനെ വന്നതുകൊണ്ടാണ് മാനേജ്മെന്റുകൾ ഇന്നലെ മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ചത് തൊട്ടാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും ഗുരുതരമാക്കിയത്. പ്രതിപക്ഷത്തിന് കിട്ടിയ ഏറ്റവും വലിയ വടിയും അത് തന്നെയാണ്. സർക്കാരിന് അടിക്കാൻ അവസരം കൊടുത്തു നിങ്ങൾ. വടി ഒടിഞ്ഞു ഞാൻ പറയത്തില്ല. സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ ഒരു വടി പ്രതിപക്ഷത്തിന് കിട്ടി. കാര്യം മാനേജ്മെന്റുകൾ തയ്യാറായിട്ട് എന്തുകൊണ്ട് സർക്കാർ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ലെന്ന ചോദ്യം അവിടെ കൊണ്ടുവന്നു അവർ. ഇവിടെ ഈ വർഷത്തെ കരാറുമായി ബന്ധപ്പെട്ട് സാഹചര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കേണ്ടായി. പക്ഷേ ഇവിടെ സൂചിപ്പിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ വർഷം സ്വാശ്രയ സമരവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പത്രസമ്മേളനം നടത്തി. ഞങ്ങൾ നടത്തിയ സമരത്തിലുണ്ടായിരുന്നു. അവർ സ്വതന്ത്രമായ സമരം നടത്തിയിരുന്നു. മെറിറ്റ് അട്ടിമറിക്കപ്പെട്ടപ്പോൾ സീറ്റ് കിട്ടാതെ 1600 1700 റാങ്കിൽ വരുന്ന കുട്ടികളും രക്ഷിതാക്കളും സമരത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ പരിശോധിക്കുന്ന മറ്റൊരു കാര്യം, ഈ വർഷം ഒരു കുട്ടിയും ഒരു രക്ഷിതാവും പരാതിയുമായി വന്നിട്ടില്ല. മെറിറ്റ് പ്രകാരം പ്രവേശനം നടത്താൻ സാധിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ മെറിറ്റ് സീറ്റുകൾ വർദ്ധിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം കഴിഞ്ഞ വർഷം, ഞാൻ അതാണ് വീണ്ടും ആവർത്തിക്കുന്നത്, കഴിഞ്ഞ വർഷം കോളേജുകളുമായി കരാറിൽ ഒപ്പിടാതെ 7 കോളേജുകൾ മാറി നിൽക്കുകയും ആ കോളേജുകൾ 5 ലക്ഷം രൂപ ഫീസ് വാങ്ങിക്കുകയും തലവരി പണം വാങ്ങിക്കുകയും മെറിറ്റ് അട്ടിമറിച്ചുകൊണ്ട് സ്വാശ്രയ കോളേജുകളിൽ തന്നെ മാനേജ്മെന്റ് സീറ്റിൽ മെറിറ്റ് സീറ്റുകൾ മാറ്റുമ്പോഴും ഒരക്ഷരമുണ്ടാത്ത ആൾക്കാർ സമരവുമായിട്ട് രംഗത്ത് വരുമ്പോൾ അതിനെ ആ രീതിയിൽ കണ്ടുപോകാൻ കേരള ജനങ്ങൾ തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതൊരു പ്രഹസന സമരമായി ഇത് മാറിയിട്ടുണ്ട്. ഇടപെടുന്നതുകൊണ്ട് ക്ഷമിക്കണം. എനിക്ക് PCR വാർണിംഗ് തരുന്നുണ്ട്. ഇടപെടുന്നതുകൊണ്ട് ക്ഷമിക്കണം. ഏതായാലും ഇന്നിപ്പോൾ മാനേജ്മെന്റുകൾ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു, ഇനി ഇതുമായി ബന്ധപ്പെട്ട യാതൊരു ചർച്ചയുമില്ല, എല്ലാം അടഞ്ഞ വിഷയമാണ്. അഡ്മിഷൻ എല്ലാം പൂർത്തിയാക്കി, ക്ലാസുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ വർഷത്തിൽ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു ചർച്ചയില്ല എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ തന്നെ ഊന്നി സമരം ശക്തമാക്കുമെന്ന് UDFും പറയുമ്പോൾ ഇനി കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് വരുന്ന ദിവസങ്ങളിൽ തന്നെ കണ്ടു തന്നെ കാണണം. ഏതായാലും ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ച അതിഥികൾക്കെല്ലാം വളരെ നന്ദി. പൂർണ്ണമാവുകയാണ്.